പ്രിയപ്പെട്ടവരെ, തുടങ്ങട്ടെ. പോലൊരു ഓക്കെ പറഞ്ഞില്ല, പറഞ്ഞോ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അബ്ദുറഹീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിയാദ് നിയമ സഹായ സമിതി നടത്തുന്ന ഒരുപാട് കാലത്തിന് ശേഷം നടത്തുന്ന ആദ്യത്തെ ഒരു പത്രസമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. അബ്ദുറഹീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള എല്ലാ വാർത്തകളും തന്നെ റിയാദിലെയും നാട്ടിലെയും മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ ഗൗരവപൂർവ്വം പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറെ വർഷങ്ങളായി, കഴിഞ്ഞ 18 വർഷക്കാലമായി ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് റിയാദിലെ നിയമ സഹായ സമിതിയുടെ കഴിഞ്ഞ 18 വർഷമായി ഈ കേസിനെ പലതരത്തിലും പിന്തുടർന്നുകൊണ്ട് ഈ കേസിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഈ നിമിഷം വരെ ചെയ്തിട്ടുള്ളത് റിയാദിലെ അബ്ദുറഹീം നിയമ സഹായ സമിതിയുടെ നിർദ്ദേശങ്ങൾക്കും ഉപദേശങ്ങൾക്കും അതിന്റെ പ്രവർത്തനങ്ങൾക്കും അനുസരിച്ചാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അബ്ദുറഹീമിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ വന്നിട്ടുള്ള അമൗണ്ട് ഇന്ന് എംബസിയിൽ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ എല്ലാ വാർത്തകളും തന്നെ റിയാദിലെ പത്രമാധ്യമങ്ങൾ റിയാദിലെ പൊതുസമൂഹത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ചില കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളെല്ലാവരും പത്രദൃശ്യ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊക്കെ കേൾക്കുന്നത്. അപ്പൊ അതിനൊക്കെ ഇതിന്റെ നാൾവഴികൾ എന്താണ് എന്നും കൃത്യമായിക്കൊണ്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നും മറ്റാരെക്കാട്ടിലും കൂടുതൽ പത്രങ്ങളോടും അതുപോലെ തന്നെ പൊതുസമൂഹത്തോടും പറയുവാനുള്ള ഉത്തരവാദിത്വവും അതിന്റെ ഒരു കാര്യങ്ങളുമൊക്കെ തന്നെ റിയാദ് അബ്ദുറഹീം നിയമ സഹായ സമിതിയുടേതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങൾ റിയാദിലെ പൊതുസമൂഹത്തിനും അതുപോലെ തന്നെ ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് ആലോചനകൾക്ക് ശേഷം റിയാദിൽ അബ്ദുറഹീം നിയമ സഹായ സമിതി ഇത്തരത്തിലുള്ള ഒരു യോഗം വിളിച്ചു കൂട്ടുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ യോഗത്തിലേക്ക് അബ്ദുറഹീം റിയാദിലെ നിയമസഹായ സമിതിയുടെ പേരിൽ റിയാദിലെ പത്രക്കാരെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് കേസിന്റെ തുടക്കം മുതൽ ഇതിനെ പറയുന്ന ബഹുമാനപ്പെട്ട ഇതിന്റെ മുഖ്യ രക്ഷാധികാരി ബഹുമാനപ്പെട്ട ശ്രീ അഷ്റഫ് വേങ്ങാട്, അതുപോലെ തന്നെ ഈ നിയമ സഹായ സമിതിക്ക് വളരെ കർമ്മോത്സുകനായിക്കൊണ്ട് വളരെ സജീവമായിക്കൊണ്ടുള്ള നേതൃത്വം കൊടുക്കുന്ന നമ്മുടെയൊക്കെ റിയാദിലെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ മുസ്തഫ സാഹിബ്, ഇതിന്റെ നിയമപരമായി കൊണ്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അതിൻ്റെ വേണ്ട നിർദ്ദേശങ്ങളും കോടതിയിലും മറ്റുമൊക്കെ ചെയ്യുന്ന ബഹുമാനപ്പെട്ട നജാത്തി സാഹിബും, ടെക്നിക്കലായിട്ട് ബഹുമാനപ്പെട്ട ശ്രീ മുനീർ പാഴൂരും കുഞ്ഞോഴിയും, അതുപോലെ തന്നെ അബ്ദുറഹീമിന്റെ കുടുംബം പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട സിദ്ദീഖ് പോലും ഒക്കെ നിങ്ങളുടെ ഏത് ചോദ്യങ്ങൾക്കും ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾക്കും മറുപടി പറയുവാനും കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഈ കേസിന്റെ നാൾവഴികളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ബഹുമാനപ്പെട്ട അഷ്റഫ് നിങ്ങളോട് സംസാരിക്കും. മാറ്റി അങ്ങോട്ട് മാറ്റി അല്ല അവിടെ ഇരുന്നുണ്ടെങ്കിൽ ഉണ്ട് റോഡിയല്ലേ കേസിനെ കുറിച്ച് വളരെ വിശദമായി വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു നാൾ വഴികൾ വളരെ ചുരുക്കത്തിലാണ് അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ കാര്യത്തിലേക്ക് നമ്മൾ കൂടുതൽ കിടക്കുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, നമ്മൾ നാട്ടിൽ സമാഹരിച്ച ഫണ്ട് 15 മില്യണ്
തുല്യമായ 34,35,00,000 രൂപ ഇന്നലെ ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശപ്രകാരം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് MEAയും അതുപോലെ തന്നെ എംബസിയും ആശയവിനിമയം നടത്തി മിക്കവാറും നാളെ തന്നെ ആ ഫണ്ട് എംബസിയുടെ അക്കൗണ്ടിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടിയാൽ ഉടനെ തന്നെ റിയാദിലെ ഗവർണറേറ്റുമായി ബന്ധപ്പെട്ട് ഗവർണറേറ്റിൽ ഇന്ത്യൻ എംബസി നൽകുന്ന സർട്ടിഫൈഡ് ചെക്ക് അതിൻ്റെ കോപ്പി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വക്കീലും അതുപോലെ തന്നെ പവർ ഓഫ് അറ്റോർണി കുടുംബത്തിന് പവർ ഓഫ് അറ്റോർണി ആയിട്ട് സിദ്ദീഖ് തൂവൂര് കൂടാതെ അവരുടെ വക്കീലും അവരുടെ ഭാഗത്തു നിന്നുള്ള കുടുംബാംഗങ്ങളും ഗവർണറേറ്റിൽ എത്തുകയും അവിടെ വെച്ച് ഒരു സുൽഹിൻ്റെ കരാർ ഒപ്പിടുകയും ചെയ്യുക എന്നുള്ള ദൗത്യമാണ്. അതിനുശേഷം ആ കരാറിൽ ഒപ്പിട്ടാൽ ഗവർണറേറ്റിൽ നിന്ന് അത് കോടതിയിലേക്ക് കൈമാറും. കോടതിയിൽ നിന്നാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട വിടുതൽ നടപടികളും അതുപോലെ തന്നെ ഇപ്പോൾ വിധിക്കപ്പെട്ട വധശിക്ഷ റദ്ദ് ചെയ്യുന്ന നടപടികളൊക്കെ പൂർത്തിയാക്കേണ്ടത്. നമ്മൾ ഈ സർട്ടിഫൈഡ് ചെക്ക് കൊടുക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അത് ഇന്ത്യൻ എംബസി അങ്ങനെ ഒരു കാര്യം നമ്മെ അറിയിച്ചത് ഈ കോടതി വഴിയുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് വളരെ ദീർഘിച്ച സമയമാണ്. ഒരു പക്ഷേ 3 മാസത്തോളം വരുന്ന ഒരു സമയം അതിനുണ്ടാകും, അതിനെടുത്തേക്കുമെന്നാണ് എംബസി നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് ഫണ്ട് നമുക്ക് കിട്ടി. ഇപ്പോൾ ഫണ്ട് ക്യാഷ് നമ്മുടെ കയ്യിൽ റെഡിയായ ഫണ്ട് ഇനി ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് വേറൊരു അക്കൗണ്ട് കോടതി വഴി ഓപ്പൺ ചെയ്യേണ്ടതില്ല. സാധാരണഗതിയിൽ ഫണ്ട് സമാഹരിക്കാനാണ് കോടതി വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ ഫണ്ട് റെഡി ഉള്ളത് കൊണ്ട് അത് ചെക്കാക്കി സർട്ടിഫൈഡ് ചെക്കാക്കി മാറ്റിയിട്ട് ഗവർണറേറ്റിലേക്ക് കൊടുത്ത് എത്രയും പെട്ടെന്ന് സുൽഹാക്കി അവരുടെ തമ്മിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കോടതി വഴി നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മളെ മുന്നിലുള്ള ഇനിയുള്ള കടമ്പകൾ. ബലിപെരുന്നാളിന് മുമ്പേ പരമാവധി ശ്രമിക്കും എന്നൊക്കെ നമ്മൾ നേരത്തെ വാർത്താ ലേഖകരോടൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെയുള്ള സ്വാഭാവികമായ നിയമ നടപടികളൊക്കെ പൂർത്തിയാകേണ്ടതിൻ്റെ സമയം സ്വാഭാവികമായൊരു കാലതാമസം അതിന് എടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൃത്യമായൊരു സമയം നമുക്ക് പറയാൻ കഴിയില്ല. നിയമപരമായ മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ മുഹമ്മദ് നജാത്തി കാര്യം ഇവിടെ സൂചിപ്പിക്കും. റഹീമിൻ്റെ മോചനത്തിന് ഇത്രയും വലിയൊരു തുക സമാഹരിക്കുക എന്നൊരു ദൗത്യം റിയാദിലെ മലയാളി സമൂഹം ഏറ്റെടുക്കുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ ആ ഒരു വലിയ സദസ്സിലുണ്ടായിരുന്നു. ആ ഒരു അന്ന് നമുക്ക് ലഭിച്ച ആ ഒരു ആത്മവിശ്വാസം, നമ്മളൊരു സംഘടിതമായി നമ്മൾ ഏറ്റെടുത്ത അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി പറഞ്ഞ ആ ശബ്ദം അത് ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ നാട്ടിലായാലും അതുപോലെ എല്ലാ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇതിനു വേണ്ടി കൈകോർത്തത്. നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ അതിനു വേണ്ടി തയ്യാറാക്കാനും നമ്മുടെ റിയാദിലെ ഇതുമായി ബന്ധപ്പെട്ട് ടെക്നിക്കൽ ടീം അതുപോലെ നാട്ടിലെ ഈ ആപ്ലിക്കേഷൻ്റെ നിർമ്മാതാക്കൾ അതോടൊപ്പം വിവിധ തലങ്ങളിൽ ഞാൻ ഓരോന്നായി പറയുന്നില്ല, എല്ലാവരും ഒത്തുചേർന്ന് സംഘടിതമായി നടത്തിയതിൻ്റെ ഒരു ഫലമാണ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും മുമ്പേ ഈ സൗദി കുടുംബം ആവശ്യപ്പെട്ട ഫണ്ട് നൽകാൻ ആവശ്യപ്പെട്ട തീയതിക്ക് ഒരു 2 നാൾ മുമ്പ് തന്നെ നമുക്ക് ആ ഫണ്ട് സ്വരൂപിക്കാൻ കഴിഞ്ഞത്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ നമുക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. വളരെ സുതാര്യമായ രീതിയിലും അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിലേറ്റവും പ്രസക്തമായ മറ്റൊരു വിഷയം. ഈ ആപ്പ് വഴി ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ വന്ന ഓരോ റിയാലിനും ഓരോ രൂപക്കും കൃത്യമായ കണക്കും കാര്യങ്ങളുമൊക്കെ
നാട്ടിലെ ട്രസ്റ്റ് കമ്മിറ്റി അബ്ദുറഹീം നിയമസഹായ സമിതി നേരത്തെ നാട്ടിലുണ്ടാക്കി. നാട്ടിലെ സർവകക്ഷി സമിതിയാണ്, ഇവിടെ പോലുള്ള സർവകക്ഷി സമിതിയാണ് നേതൃത്വം കൊടുത്തത്. ആ സർവകക്ഷി സമിതിയുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റിലേക്കാണ് ഫണ്ട് വന്നത്. ആ ട്രസ്റ്റിൽ നിന്ന് ഇന്ത്യൻ എംബസിയിലേക്കാണ്, ഇന്ത്യൻ എംബസി പറഞ്ഞത് അനുസരിച്ച് നിർദ്ദേശിച്ചനുസരിച്ചുള്ള അക്കൗണ്ടിലേക്കാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്. പൂർണ്ണമായും എല്ലാം ഡോക്യുമെൻ്റഡ് ആണ്, സുതാര്യമാണ്. അത് ഇനി എംബസിയിൽ നിന്ന് ഗവർണറേറ്റിലെത്തി, ഗവർണറേറ്റിൽ നിന്ന് കോടതിയിലെത്തി, റഹീം വീട്ടിലെത്തുന്നത് വരെ നമുക്ക് വിഷമമില്ല. ആ കാര്യങ്ങൾ ചുരുക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം. അതിൻ്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ ഈ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചോദ്യങ്ങൾക്കൊക്കെ ഇവിടെ ചെയർമാനും കൺവീനറും അതുപോലെ തന്നെ നമ്മുടെ നിയമ വിദഗ്ധൻ കൂടെ മുഹമ്മദ് നജാത്തിയും അതുപോലെ മുനിക്കീൽ സിദ്ദീഖാണ്, പവർ ഓഫ് അറ്റോർണി, എല്ലാവരും ഉണ്ട്. അവർ പറയും. ഈ പറഞ്ഞു തന്നെ പിന്നെയും പറയേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾക്കുള്ള മറുപടി അറിയില്ല. അതിനാണ് ഇതുവരെ നമ്മൾ പറഞ്ഞു, ഭാഷകൾ അത്യാവശ്യം പറഞ്ഞു, അതിന് സ്വാഗതത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. ഈ നാട്ടിൽ നിന്ന് ജാമിദ ടീച്ചറും അതുപോലെ തന്നെ കെ എം ബഷീറൊക്കെ ഒരുപാട് ആരോപണങ്ങൾ റഹീം സഹായ സമിതിക്കെതിരെ നിരന്തരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. എന്താണ് സഹായ സമിതി അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം ആ ചോദ്യം ചോദിക്കുന്നവർ സ്വയം അവരോട് തന്നെ ചോദിച്ചാൽ മതിയല്ലോ. കാരണം അവർക്ക് ഈ സൗദി അറേബ്യയിലേക്ക് ഒരു വിസിറ്റ് വിസ ഒക്കെ എടുത്ത് വന്ന് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ ഇന്നത്തെ സൗദി അറേബ്യ ഓപ്പണാണ്. ഇങ്ങോട്ട് വരാം, തടസ്സങ്ങളൊന്നുമില്ല. മുമ്പ് വിസക്ക് വേണമെങ്കിൽ അങ്ങനെ അടിച്ചു വരാം. അതല്ലെങ്കിൽ വിസിറ്റ് വിസക്ക് അപ്ലൈ ചെയ്താൽ അപ്പം തന്നെ കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആർക്കും എവിടെ ഇരുന്നിട്ടും പറയുന്നതിനും വല്ല കുഴപ്പമുണ്ടാവില്ല. കാരണം ഇതിൻ്റെ പിന്നിൽ വർഷങ്ങളോളമായി പ്രവർത്തിക്കുന്ന നിയമ സഹായ സമിതി ഇവിടെ പ്രവർത്തിച്ചു കൊടുക്കും. അതിൻ്റെ പേരിൽ പിന്നെ ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് അവർക്ക് ആളുകളുടെ ഇടയിൽ അഡ്രസ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പലപ്പോഴും ഈ വ്യക്തികളെ തിരിച്ചറിയത്തക്ക തരത്തിൽ അവർ 3 പേരെ നന്മമരം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നിയമ നടപടി സ്വീകരിച്ചുകൂടാ അവർക്കെതിരെ? നിയമ നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് നമ്മൾ ആദ്യം അബ്ദുറഹീം പുറത്തിറങ്ങട്ടെ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കും. കാരണം നമുക്ക് അതിനൊരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മളെ ലക്ഷ്യം അബ്ദുറഹീം പുറത്തിറങ്ങുക. പിന്നെ ഇപ്പൊ വാർത്താക്കുറിപ്പ് തന്നിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നിരവധി തവണ പറഞ്ഞ എഴുതി വാർത്താനുള്ള കാര്യങ്ങൾ. അതിനപ്പുറം കഴിഞ്ഞ ദിവസം ഒരു പ്രസ് റിലീസ് തന്നെയാണ്. അതിനപ്പുറമായിട്ട് എന്തിനാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്? അതൊന്നും കൃത്യമായിട്ട് എന്തിനാണ് പത്രസമ്മേളനം വിളിച്ചത്? ഇവിടെ സൗദി അറേബ്യന്റെ നിയമത്തിനെ കുറിച്ചൊക്കെ പറയാണ്ട് കുറച്ച് കാര്യങ്ങൾ. കാരണം നാട്ടിലുള്ള സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അത് വളരെ വിശദമായി ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളൊക്കെ. അതിനെക്കുറിച്ച് വളരെ വിശദമായി നജാത്ത് സാഹിബിന് അദ്ദേഹം തന്നെ അതിന് മറുപടി പറയണം എന്നുള്ളതൊക്കെ ഞാൻ അദ്ദേഹത്തേക്ക് കൊണ്ടുവന്നു. കാരണം ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നു. അപ്പോൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ പാലിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പല ആളുകളും നന്മമരങ്ങൾ ഒരാളൊന്നുമല്ല ഇവിടെ, അതിലൊരുപാട് നന്മമരങ്ങളുണ്ടല്ലോ. നമ്മൾ അവരെ കുറിച്ച് ഇതിലെല്ലാവരും തുടക്കത്തിൽ സഹകരിച്ച ആളുകളാണ്. പിന്നെ ചില ആളുകൾക്ക് ലക്ഷ്യങ്ങളുണ്ടാവും, നമ്മൾക്ക് ലക്ഷ്യമില്ല, നമ്മൾ നല്ല ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന ഒരു സമയം വരുന്നത് റഹീം പുറത്തിറങ്ങിയതിന് ശേഷം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമ്മൾ വിശദീകരിക്കും. പിന്നെ നസ്രു ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഈ ജാമിദ ടീച്ചറും എന്തുകൊണ്ട് അതിന്റെ നിയമ നടപടികൾ എടുക്കുന്നതിന് വേണ്ടിക്കൊണ്ട് ഇപ്പം സിദ്ദീഖ് സാഹിബിന്റെ പേരിലായാലും അല്ലെങ്കിൽ അഷ്റൂറിന്റെ പേരിലായാലും നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി കൊണ്ട് തന്നെ നാട്ടിലെ ട്രസ്റ്റിന് റിയാദിലെ സഹായ സമിതി അവർക്ക് ലെറ്റർ അയച്ചിട്ടുണ്ട്. അവർക്കെതിരെ നിയമ നടപടികൾ ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങണം എന്ന് പറയുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അവരുടെയൊക്കെ പ്രസ്താവനയെ നോക്കി അവരൊക്കെ തൂക്കിക്കൊല്ലുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വളരെ കോൺട്രഡിക്ഷൻ ആയിട്ടുള്ള സംഭാഷണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള പത്രപ്രവർത്തകർക്ക് അവർക്ക് ഈ കേസിനെ കുറിച്ചും സൗദി അറേബ്യന്റെ സാമൂഹിക സാഹചര്യത്തെ കുറിച്ചിട്ടൊക്കെ തന്നെ കൃത്യമായി നിങ്ങൾക്ക് അതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ പറയുന്നത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പിന്നെ ഞാൻ ചോദിച്ച കാര്യം തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, കുറെ കാലങ്ങളായിട്ട് ഈ റിയാദിലെ നിയമസഹായ സമിതി പത്രക്കാരെങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം.
കഥ വരുത്താൻ വേണ്ടി ചോദിക്കുകയാണ്. സോഷ്യൽ മീഡിയ തന്നെ ഇപ്പൊ നമ്മൾ സംസാരിച്ചു തുടങ്ങിയ സോഷ്യൽ മീഡിയ കണ്ടിരുന്നു, അങ്ങനെ ആരോപണങ്ങൾ കണ്ടിരുന്നു എന്നൊക്കെയാണ് നമ്മൾ തുടക്കത്തിലെ സംസാരിച്ചത്. സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ വാദിഭാഗം വക്കീലിനെതിരെ പ്രതിഭാഗം ആളുകൾ കാശ് കൊടുക്കണമെന്നാണ് ഒരു ചോദ്യം. ഇപ്പോ 7 ലക്ഷം റിയാൽ, അതായത് 1.5 കോടി രൂപ അല്ലെ, 7 ലക്ഷം റിയാലല്ല കൊടുത്തത് വാദിഭാഗത്തിന്. ഇതിന്റെ അകത്ത് പ്രതിഭാഗം വക്കീൽ എന്താ കൊടുക്കുന്നത്? അയാൾക്ക് എന്താ കൊടുക്കുന്നത്? ഇതില് അതിനുള്ള ഒരു മറുപടി വളരെ സിമ്പിളായിട്ട്, ഇതില് പ്രതി നമ്മളാണല്ലോ, റഹീമാണല്ലോ പ്രതി, മറ്റേ വാദിഭാഗം. ഇതില് പ്രതിഭാഗം വക്കീല് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സുല്ല് ലെവലിലേക്ക് ഇത് പോവില്ല. ഇത് പോകണമെന്നുണ്ടെങ്കിൽ ആ വക്കീല് തന്നെ വിചാരിക്കണ്ടേ. അയാളാണ് ഇതിൽ മുന്നിട്ടിറങ്ങിയതും സുല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രശ്നത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. മുഹമ്മദ് മുബാറക് എഹ്താനി എന്ന് പറഞ്ഞ വക്കീല്, അവരെ വക്കീലാണ്, അനസിന്റെ വക്കീലാണ്. അവര് തന്നെ മുന്നിട്ടിറങ്ങാതെ പിന്നെ എങ്ങനെയാണ് ഇതിൽ മുന്നിട്ടിറങ്ങുക? വേറെ എന്താ വഴിയുള്ളത്? പ്രതിഭാഗം വക്കീലിന് നമ്മളെന്താ കൊടുക്കുന്നത്? പ്രതിഭാഗം വക്കീലിന് പ്രതിഭാഗം വക്കീല് വളരെ നമ്മളേറ്റ് അടുത്ത് നിൽക്കുന്ന ഒരു ആളാണ്. അതിന് മുമ്പ് പല വക്കീൽമാരെ നമ്മൾ നിയമിച്ചിരുന്നു. ഇതിനു മുമ്പ് 2 or 3 വക്കീൽമാരെ നമ്മൾ ഇതിനു മുമ്പ് നിയമിച്ചിരുന്നു. അവരൊക്കെ പിന്നീട് പിന്മാറുകയും ചില ആളുകൾ ഒഴിഞ്ഞു മാറുകയും ഒക്കെ ചെയ്തപ്പോൾ പിന്നെ വന്നത് അബു ഫൈസലാണ്. അബു ഫൈസൽ എന്ന് പറഞ്ഞ ഉസാമ എന്ന വക്കീലാണ് ഇപ്പൊ നമ്മളെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അദ്ദേഹം ആ കാര്യങ്ങൾ വളരെ ഉഷാറായി എംബസി ഗവർണർ ഓഫീസിലൊക്കെ ആണെങ്കിലും പോകുന്നതൊക്കെ അദ്ദേഹത്തെ. അപ്പൊ അദ്ദേഹത്തിനുള്ള ഫീസ് അദ്ദേഹം അങ്ങനെ കടപ്പിടുത്തക്കാരനൊന്നുമല്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ഒരു പ്രധാന കാര്യങ്ങൾ പറയാം. തെറ്റിദ്ധാരണകൾ ഒരുപാട് സമൂഹത്തിൽ ഉണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ ഈ വാദിഭാഗം വക്കീലിനോടാണ് നമ്മൾ ഈ അനുരജ്ഞന ചർച്ചകൾ കൂടുതൽ കൊണ്ടുപോകുന്നത്. കാരണം കുടുംബവുമായിട്ട് നമ്മൾക്ക് അടുക്കാനോ മറ്റു വഴികളില്ലെന്നും പുറത്തു നിന്നുള്ള ഒരു സമ്മർദ്ദത്തിനും ഒരു സാധ്യതയും ഇല്ലെന്നും, അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾ ഖിസാസിൽ, അതായത് പ്രതിക്രിയയിൽ, അതായത് വധശിക്ഷയിൽ ഉറച്ചു നിൽക്കുമെന്നുമുള്ള ഒരു ആ കുടുംബത്തിന്റെ ഉത്തരവാദപ്പെട്ടവരിൽ നിന്നുള്ള ഒരു നിർദ്ദേശം വന്നതോടുകൂടിയാണ് നമ്മൾ ചർച്ച സജീവാക്കിയത്. ഈ വാദിഭാഗം വക്കീലാണ് ഇങ്ങനത്തെ ഒരു ദിയാ സംവിധാനത്തിലേക്ക് എത്തിപ്പെടുന്നതിൽ മുൻകൈ എടുത്ത ഒന്നാമത്തെ ആൾ. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അയാൾ അങ്ങനെ നമ്മൾ തഴഞ്ഞുകൂടാ. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് നിരന്തരമായി വാർത്തകൾ കിട്ടാതെ ഇവരുമായിട്ട് ബന്ധപ്പെടാത്തൊരവസരത്തിൽ നമ്മൾ പിന്നെ ചെല്ലുകയും അദ്ദേഹം നമ്മളോട് കാര്യങ്ങളൊക്കെ പറയുകയും പിന്നെ ഓരോരോ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ 15 മില്യണിലേക്ക് എത്തിയത്. ഒറ്റ വഴിക്കൊന്നുമല്ല, ഒരുപാട് ചർച്ചകൾ, നിരന്തര ചർച്ചകൾ. അതിന് അദ്ദേഹം വലിയ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. പിന്നെ ക്യാഷ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഇത് കോടതിന്റെ പുറത്ത് തീരുമാനിക്കുന്ന ഒന്നാണ്. നിങ്ങളെപ്പോഴും സൗദി അറേബ്യന്റെ നിയമം ദിയയിൽ ഒരിക്കലും കോടതികൾ ഇടപെടാറില്ല. ഇപ്പോ ഈ നമ്മുടെ അബ്ദുറഹീമിന്റെ ജഡ്ജ്മെന്റിൽ തന്നെ കോടതി എല്ലാ തെളിവുകളും പരിശോധിച്ചതിന് ശേഷം സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു, ഈ 2 വിഭാഗവും ഏറ്റവും നല്ലത് നിങ്ങൾ കോംപ്രമൈസിലൂടെ പോകണം എന്ന് പറഞ്ഞ് ആ ജഡ്ജ്മെന്റിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ കോംപ്രമൈസിന് പോയിട്ട് വിട്ടുവീഴ്ചയിലെ ലെവലിൽ അത് ഒരു ദിയ രൂപത്തിലോ അല്ലെങ്കിൽ പരസ്പര ധാരണയിൽ, അത് ജഡ്ജ്മെന്റിൽ എഴുതിയ കാര്യമാണ്, അത് പോകണം എന്ന് പറഞ്ഞിട്ടു ഇവര് നമ്മുടെ ഈ വാദിഭാഗം വക്കീലാണ് ഈ കുടുംബത്തെ പ്രതിനിധീകരിച്ച് പിന്നെയും മാസങ്ങൾ ചർച്ച ചെയ്തിട്ട് അതിൽ മുസിറീനാണ് ആ കോടതി ജഡ്ജ്മെന്റിൽ തന്നെ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങളെന്ന് വാദിഭാഗം വക്കീൽ കോടതിയിൽ, അതായത് റിയാദ് ക്രിമിനൽ കോടതിയിലെ ബെഞ്ചിൽ അത് ഇത് ചെയ്തതോടുകൂടിയാണ്, മൊഴി കൊടുത്തതോടുകൂടിയാണ് കോടതി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഈ വന്ന കുറെ ആളുകളുടെ സംശയങ്ങളില് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് പലതും പെട്ടെന്ന് കാണുകയാവും. നമ്മൾ പറഞ്ഞ കേസിന്റെ തുടക്കത്തില് നിരപരാധികളാണല്ലോ കൊണ്ടുപോയത്. കോടതിയുടെ മുമ്പിൽ തെളിവുകളാണല്ലേ എന്തൊരു കേസ് അടിസ്ഥാനം. അതുകൊണ്ടാണ് കുറെ തെറ്റിദ്ധാരണകൾ സൗദി അറേബ്യൻ ലോയെ കുറിച്ച് പോലും പുറത്തേക്ക് വരാൻ ഇടയായത്. ഈ കേസിന്റെ തുടക്കത്തില് പിന്നെ അതിൽ ആദ്യത്തെ ഒത്തുതീർപ്പ് ഫോർമുലയെ കുറിച്ചൊരു വിഭാഗം പറയുന്നതാണ് ചർച്ചയായ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഈ ഒത്തുതീർപ്പാകുന്ന സമയത്ത് ഈ കുടുംബം അപ്പൊ അവരുടെ പേര് പള്ളി നിർമ്മിക്കണം എന്നൊരു ധാരണയിൽ എത്തിയിരുന്നു. പക്ഷെ വക്കീലിന് ഫീസ് കിട്ടാൻ അത് തടസ്സമാകുമെന്ന് കണ്ടിട്ടാണ് അതിൽ നിന്ന് പിന്മാറിയും പിന്നെ ഒത്തുതീർപ്പിലേക്ക് പോവുകയും ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ അതിന്റെ ഒരു സത്യാവസ്ഥ? അല്ല, നമ്മൾ ഈ കുടുംബം നിങ്ങൾക്കറിയാം. ഈ കുടുംബത്തിലെ ഒരു നാഥൻ
അദ്ദേഹം മരണപ്പെട്ടു പോകുമ്പോൾ സൗദി അറേബ്യയിലെ നിയമങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്കറിയാം അനന്തരാവകാശികളാണ് പിന്നീട് അനസുമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കൽ ഒഫീഷ്യലായിട്ട്. അങ്ങനെ ഈ നാഥൻ മരണപ്പെട്ടതോടുകൂടി അതിൽ ഒരു ബ്രദർക്ക് എന്തുണ്ടായിരുന്നു, അദ്ദേഹം 2 വയസ്സിട്ടുള്ളായിരുന്നു, മനസ്സിലായി. അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് പ്രായപൂർത്തിയാകുന്നത് വരെ കാത്തിരുന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളിലേക്ക് എന്തായത് കോടതി പോലും കടന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ ഈ വിഷയം, അതായത് ഈ ഒത്തുതീർപ്പായതിന് ശേഷം നിങ്ങൾ എന്താ അതായത് ഈ അനസിന്റെ ഉമ്മ ഒരിക്കലും എന്തായിരുന്നില്ല, അതായത് വധശിക്ഷയിൽ കവിഞ്ഞൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നുള്ള ഉറച്ച നിലപാടാണ് അനസിന്റെ ഉമ്മ സ്വീകരിച്ചത്, മരണപ്പെട്ട അനസിന്റെ ഉമ്മ. അപ്പോൾ പുറത്തു നിന്നുള്ള പല സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോൾ ഇവർ പിന്മാറി. കാരണം സൗദി അറേബ്യയിൽ ഒരാൾക്കും, അതായത് നിങ്ങൾക്കറിയാം, ഇവിടെ 1-2 വേലക്കാരികൾ മരണപ്പെട്ടപ്പോൾ ആ രാജ്യങ്ങൾ അംബാസിഡറെ തിരിച്ചു വിളിക്കുകയുണ്ടായി. അംബാസിഡറെ തിരിച്ചു വിളിച്ചപ്പോൾ സൗദി അറേബ്യ എന്താ പറയുക, ജുഡീഷ്യറി തീരുമാനിക്കുന്നു, അതിൽ ഗവൺമെന്റ് ഇടപെടുകയില്ല എന്നുള്ള നയാണ്. അപ്പൊ ഈ ഉമ്മ ഉറച്ചു നിന്നു, അത് സ്വീകാര്യമല്ല. പിന്നെയും ചർച്ചകൾ നടന്നപ്പോഴാണ് ഈ 15 മില്യൺ, അതും ഭാരിച്ച ഒരു സംഖ്യയാണെന്ന് നമ്മൾക്കൊക്കെ അറിയാം. പക്ഷെ നമ്മൾക്കൊന്ന് ശ്രമിക്കാം. എന്തായിരുന്നാലും 30 മില്യൺ, അതെ, 18 വർഷം കടന്നതല്ലേ. അപ്പൊ നമുക്കൊന്ന് ശ്രമിക്കാം എന്ന് പറഞ്ഞതിന്റെ വിളിച്ചതാണ് നിയമസഹായ സമിതി. എന്തായി അതിനുവേണ്ടി നിരന്തരമായി നമ്മൾ ആദ്യ നിയമസഹായ സമിതി പറഞ്ഞൊരു കാര്യം, സൗദി അറേബ്യയുടെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് റഹീം മോചിതനാകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് സൗദി അറേബ്യ നമുക്ക് നൽകുന്ന നിയമത്തിന്റെ സംരക്ഷണത്തിൽ നിന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും എന്തല്ല റഹീം മോചിതനാവില്ല. അപ്പോ ഇതാണ് നമ്മൾ 5-ൽ നിന്ന് 15-ലേക്ക് പോകാൻ. നമ്മൾ 1-ൽ നിന്നാണല്ലോ തുടങ്ങിയത്. എന്നിട്ട് നമ്മൾ തെറ്റിപ്പോയല്ലോ. ഞാനും അഷ്റഫ് സാഹിബ് എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അതിൽ. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി, പിന്നെയും വിളിച്ചു. പിന്നെ അന്ന് നമ്മൾ ഇതായില്ല. പിന്നെ പറഞ്ഞു എന്തായിരുന്നാലും റഹീമിനെ മോചിപ്പിക്കണം എന്നുള്ളത് ഈ നിയമസഹായ സമിതിയുടെ വലിയൊരു കർക്കശ ദൗത്യമായി ഇത്ര ഭാരിച്ച ഒരു ഉത്തരവാദിത്വത്തിൽ സ്വയം തയ്യാറാവുകയാണ്. പിന്നെ ഇവിടെ വ്യക്തിഹത്യകളെ കുറിച്ച് പറഞ്ഞു. ഈ വ്യക്തികൾക്കൊന്നും യാതൊരു സാമ്പത്തികമായ ഒന്നും ഉണ്ടായിട്ടില്ല, അവരുടെ താല്പര്യപ്പെടുന്നില്ല. അത് കണ്ടല്ല ഈ വ്യക്തികളൊന്നും ഇതിലേക്ക് ഇറങ്ങിയത്. ഇപ്പൊ റിയാദിലെ പൊതുസമൂഹത്തോട് നിങ്ങൾക്ക് ഇവരെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇത് വേറെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെറുതെ നമ്മൾക്കറിയില്ല, ആ ഒരു മൈനസ് എല്ലാം ഇങ്ങനെ നോക്കി കുറവുകൾ ഉണ്ടാവുക. ഒരു ആരോപണം മാത്രം. കാരണം ഈ ഫണ്ടിൽ പോലും നമ്മൾ കൈവച്ചിട്ടില്ലല്ലോ എംബസി. പിന്നെ നമ്മൾ ഒരു കാര്യം വ്യക്തിപരമായ, അപ്പൊ അങ്ങനെ ചെറിയ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ ദിയ അതിലേക്ക് നടന്ന വഴികൾ, ഇതിലൊരുപാട് വഴികളുണ്ട്, അങ്ങനെ ശരിക്കും മനസ്സിലാക്കണം. പിന്നെ വ്യക്തിപരമായ കരാറുകളും കണ്ടീഷനുകളൊന്നും കോടതികൾ ഇടപെടില്ല. അത് നമ്മൾ വ്യക്തികൾക്ക് നൽകണം. ഇത് നിങ്ങൾ പറഞ്ഞല്ലോ, വാദിയുടെ എന്താണ് അഡ്വക്കേറ്റിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തിനാണ് നമ്മൾ ക്യാഷ് കൊടുക്കുന്നത്, നമ്മൾ പുറത്തുണ്ടാക്കിയ കണ്ടീഷൻ തന്നെയാണ്. അതിൽ കോടതി ഇടപെടുമോ? ഇല്ല. ഇപ്പൊ കോടതി ഒരാൾ 50 മില്യൺ, ഒരു ഉദാഹരണം, 50 മില്യൺ തന്നെങ്കിൽ മാത്രമേ ആ വധശിക്ഷയിൽ നിന്ന് ഞങ്ങൾ മോചനം നൽകുള്ളൂ എന്ന് മരണപ്പെട്ടവന്റെ കുടുംബം വിചാരിച്ചാൽ 50 മില്യൺ കൊടുക്കണം. പിന്നെ അങ്ങനത്തെ ഒരു ധാരണ ഉണ്ട് ഇവിടെ. അങ്ങനത്തെ ഒരു ധാരണയെ സൗദി അറേബ്യയിൽ എത്രയും ആവശ്യപ്പെടും, അറിയാലോ. അതിന് ഒരു നിബന്ധന പെടൽ, അഭിപ്രായങ്ങൾ പലതുണ്ടോ. അതാണ് സൗദി അറേബ്യയിൽ ഇന്ന് വരെ നിലനിൽക്കുന്ന ഒരു നിയമം. അതെ 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 അതെ. അപ്പൊ അന്ന് ഇപ്പൊ നെഗോഷിയേഷൻ നടക്കുന്നത് ചെറുക്കന്റെ ബ്രദറാണ്. അന്ന് അവന് 2 വയസ്സുണ്ടാവും അല്ലേ? ഇപ്പൊ 18 വർഷം കഴിഞ്ഞപ്പോൾ അവന് 20 വയസ്സായി. അവനുമായിട്ടാണ് ഈ നെഗോഷിയേഷൻ നടന്നിട്ടുള്ളത്. അല്ല, അതിലാണ് ഞാൻ ഇതിന്റെ ചെറിയൊരു സംഗതി നിങ്ങൾക്ക്. അതായത് കോടതിയുടെ മുമ്പിൽ തെളിവാണ്. കോടതി നമ്മുടെ റഹീമിനെ വിചാരണ ചെയ്തപ്പം ഈ സംഗതികൾ ഇങ്ങനെ നോക്കുമ്പോൾ റഹീം കുറ്റസമ്മത മൊഴി നടത്തി. ആ കുറ്റസമ്മത മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ റഹീം നടത്തി. ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ കുറ്റസമ്മത മൊഴി ഈ റിയാദിലെ ക്രിമിനൽ കോടതിയുടെ ആ ബെഞ്ചിലും റഹീം ആവർത്തിച്ചു. പിന്നീട് പിന്നെ ആ തെളിവുകൾ പരിശോധിച്ച് പിന്നെയാണ് ഈ മെഡിക്കൽ റിപ്പോർട്ട് വലിയ ഒരു തെളിവായിട്ട് അത് പറയാം. തെളിവ് മെഡിക്കൽ റിപ്പോർട്ടാണ് അത് വലിയൊരു തെളിവായിട്ട് കോടതിയുടെ മുമ്പിൽ വരുന്നത്. അതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ
എന്താണ് കഴുത്തിനേറ്റ ആഘാതമാണ് ആരുടെ മരണത്തിന് കാരണം? അനസിന്റെ മരണത്തിന് കാരണം. ആ മെഡിക്കൽ റിപ്പോർട്ട് അപ്പീൽ കോടതിയും ഇവിടുത്തെ സുപ്രീം കോടതിയും ശക്തമായി നിരീക്ഷിച്ചതിന് ശേഷമാണ് പ്രാഥമിക ബെഞ്ചിലേക്ക്, അതായത് റിയാദിലെ ക്രിമിനൽ കോടതിയിലെ ബെഞ്ചിലേക്ക് അയച്ചുകൊണ്ട് അതിൽ ഉറച്ചു നിന്നത്. പിന്നെയുള്ള തെളിവുകൾക്കറിയാം ഇതിന് ഒരു സാക്ഷികളുണ്ടായിരുന്നു. പക്ഷെ സാക്ഷി വന്നത് കൂട്ടുപ്രതിയായ നസീറിന്റെ മൊഴിയാണ്. നസീറാണ് പറഞ്ഞത് ഈ സംഭവത്തിൽ ഇവൻ മാത്രമാണ് എന്നുള്ളത് ജഡ്ജ്മെന്റിൽ തന്നെ ആ കാര്യം പറയുന്നു. അപ്പൊ സാക്ഷി മൊഴിയും ക്ലിയറായി. പിന്നെ നമ്മുടെ റഹീം ഒന്നിൽ കൂടുതൽ തവണ എന്താണ് ഈ സമയവും കാലവും ഇതൊക്കെ പരിഗണിച്ചപ്പോൾ റഹീം മാത്രമായിരുന്നു ആ വണ്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു നിഗമനത്തിലെത്തുക മാത്രമല്ല, പക്ഷെ കോടതികളിലൊന്നും ഇല്ലാത്ത ഒരു സംഭവം എന്താ വെച്ചാൽ, നമ്മുടെ ഈ ബ്രദർക്ക് പ്രായപൂർത്തിയായി വിചാരണ കഴിഞ്ഞപ്പോൾ വലിയ ബ്രദറെ വിളിച്ചിട്ട് എന്താണ് സത്യം ചെയ്യിച്ച ഒരു സംഭവമുണ്ട്. 50 പ്രാവശ്യം സത്യം ചെയ്യിച്ചു. എന്താ കോടതിക്ക് ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടി ആവശ്യം. എല്ലാ തെളിവുകളുണ്ട്, മെഡിക്കൽ റിപ്പോർട്ടുണ്ട്, സാക്ഷിമൊഴിയുണ്ട്, സമയങ്ങൾ അവിടെ എത്രമാത്രം അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നസീർ വരുന്നു. ആ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നസീർ വരുമ്പം അനസ് എന്താണ് വലത് ഭാഗത്തേക്ക് തല ചായ്ച്ചിട്ട് എന്താ മരണപ്പെട്ടതായി കാണുന്നു. വായിൽ നിന്നൊക്കെ നുരയും പതയും വരുന്നതായിട്ട് കാണുന്നു. അത് പോലീസിന്റെ മൊഴി. അങ്ങനെ അനസിനെ എന്താണ് ഇത് കൃത്യത്തിലേക്ക് നടത്തിയത് എന്താണ് റഹീമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടുത്തെ ജുഡീഷ്യറി സംവിധാനം വളരെ കുറ്റമറ്റതാണ്. എല്ലാ വഴികളും തേടിയതിനു ശേഷം, എല്ലാ വഴികളും തേടിയതിനു ശേഷം കോടതി തന്നെ പറഞ്ഞു നിങ്ങൾ എന്താണ് ഇതൊരു കോംപ്രമൈസിലേക്ക് പോകണം. മാസങ്ങൾ നിർത്തിവെച്ചില്ലേ കോടതി. അപ്പം അങ്ങനെയാണ് വിധി വിധിച്ച്. എന്നിട്ട് പോലും എന്താണ് കോടതി നമുക്ക് സാവകാശം നൽകി. അപ്പീൽ കോടതി പോയി, പിന്നെ സുപ്രീം കോടതിയിലൊക്കെ പോയി. അപ്പോൾ സൗദി അറേബ്യയുടെ നിയമ സംവിധാനങ്ങളെ ഇകഴ്ത്തി സംസാരിച്ച ആളുകളുണ്ട്. ഇല്ല, നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്ന ആളുകൾ നമ്മൾക്ക് എന്താണ് അങ്ങനെ തോന്നിയിട്ടേ അല്ല. പിന്നെ നമ്മൾ തെളിവുകളാണല്ലോ കോടതികൾ പരിശോധിക്കുക. അങ്ങനെയാണ് ആ സംഭവം അങ്ങനെ വരാൻ കാരണം. സംശയങ്ങളൊക്കെ എപ്പോഴും ദൂരീകരിച്ച് പോകണം. കാരണം ഇപ്പൊ നിങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് പല സംശയങ്ങളും രാജ്യത്തുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു പത്രസമ്മേളനം ഒരു ക്ലാരിറ്റി വരുത്തുന്നുണ്ടെങ്കിൽ ആ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ റഹീമിന്റെ ഈ ഫണ്ട് കളക്ഷൻ നടന്നത് നാട്ടിൽ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഉമ്മയുടെ പേരിൽ വിവിധ ബാങ്കുകളിലായിട്ട് അക്കൗണ്ട് ഉണ്ട്. അത് എത്ര അക്കൗണ്ട് ഉണ്ട്, പിന്നെ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് എത്ര അക്കൗണ്ട് വഴിക്കാണ് ഈ പണം വന്നിട്ടുള്ളത്? രണ്ടാമത്തെ ചോദ്യം, എത്ര രൂപ കൃത്യമായി ഈ റഹീം അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്? അതൊന്നും അതിന്റെ കൂടെ അത് പറഞ്ഞ കൂട്ടത്തില് പിന്നെ അതിലൊരു കൺഫ്യൂഷന് പിന്നീട് ചില വാർത്തകൾ വരാനിടയായെന്ന് തോന്നുന്നു. പിന്നെ ഈ വക്കീലിന്റെ ഫീസുമായി ബന്ധപ്പെട്ടാണ്. ഇത് ശരിക്കും നമുക്ക് പിന്നെ ഈ സഹായ സമിതിയിൽ നേരത്തെ അറിയുന്നതാണല്ലോ വക്കീലിന് ഫീസ് കൊടുക്കണം എന്നുള്ളത്. വക്കീലിന് ഫീസ് കൊടുക്കണം, പ്രതിവാദത്തിന് ഫീസ് കൊടുക്കണം എന്നുള്ളത് നേരത്തെ അറിയുന്നതാണ്. ഇത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നെങ്കിൽ ഈ ഒരു കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. കാരണം നേരത്തെ സ്വരൂപിച്ച 34 കോടിക്ക് പുറമെയാണ് വക്കീൽ ഫീസ് എന്ന് പിന്നെയാണ് പല വാർത്തകളും വന്നിട്ട് മൊത്തം കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയ പല വാർത്തകളാണ്. ഈ വാർത്തകൾ കൺഫ്യൂഷൻ വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇതിലൊരു കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന രൂപത്തിൽ അത്ര സുതാര്യമല്ലാതായി പോയി എന്നൊക്കെ തോന്നുന്നുണ്ടോ? അതായത് നേരത്തെ നമുക്ക് കൺവേ ചെയ്തുകൂടായിരുന്നോ? അങ്ങനെ ഒരു തോക്കുകളിൽ കൊടുക്കേണ്ടതുണ്ട്. നമുക്കത് ആളുകൾക്ക് കൺവേ ചെയ്യാൻ വളരെ എളുപ്പമാണല്ലോ. കാരണം സ്വാഭാവികമായിട്ടും മധ്യസ്ഥ വഹിച്ചവർക്ക് സ്വാഭാവികമായിട്ടും സമിതിയാണ് ഇത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ന്യൂസുകളൊക്കെ എവിടുന്ന വരുന്നത്? പുറത്തുനിന്നുള്ള ന്യൂസുകളാണ്. പത്രക്കാരോട് നമ്മൾ പറഞ്ഞില്ല, അല്ലെങ്കിൽ മറ്റുള്ള മീഡിയകളുടെ മുമ്പിലൊന്നും നമ്മൾ പറഞ്ഞില്ല. ഇത് പുറത്തുനിന്ന് ഈ ഒരു 10% അയാൾ ആവശ്യപ്പെട്ടത്. അവസാനം നമ്മൾ ഇത് പറഞ്ഞ് സംസാരിച്ചിട്ടാണ് 5% എത്തുന്നത്. അത് ഏകദേശം 1 വർഷം 1.5 വർഷം മുമ്പാണ് ഏകദേശം അല്ലേ? നമ്മൾ 2 വർഷം പറയാന്ന് അത് സംസാരിച്ച് കുറച്ച് കൂടുന്നത്. കാരണം എന്താണ്? അയാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ അഥവാ ഇതിൽ ഇടപെട്ട് ഇങ്ങനെ ആവുകയാണെങ്കിൽ എനിക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിക്കുകയാണ്. അവിടെയാണ് അതിന്റെ പോയിന്റ്. അങ്ങനെ അത് 10% വേണം എന്ന് പറഞ്ഞത് 5% കുറക്കുന്നത് നമ്മൾ നിരന്തരമായി അയാളെ സന്ദർശിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ. അതെ, ഈ പൈസന്റെ കാര്യം പറഞ്ഞില്ല എന്നുള്ളതല്ലേ. നമ്മൾ 34 കോടി എന്നുള്ളത് തന്നെ നമുക്ക് ഭയങ്കര ഇതാണ്, ടാസ്ക്കാണ്. ഭയങ്കര ടാസ്ക്കാണ്, ചെറിയ ഒന്നുമില്ല. കാരണം നമ്മൾ അത്രമാത്രം അതിന് നമ്മളിവിടെ കമ്മിറ്റി ഉണ്ടാക്കുന്നു. പിന്നെ നാട്ടിൽ ഇപ്പൊ അടുത്ത കാലത്ത് ഉണ്ടാക്കിയതാണ് ട്രസ്റ്റ്. പക്ഷെ ഇവിടെ എത്രയോ കാലമായിട്ട് കമ്മിറ്റികളുണ്ട്. ഓരോ കാലഘട്ടങ്ങളിൽ അതാത് സംഘടനയുടെ അധ്യക്ഷന്മാർ മാറി ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് OICCന്റെ ഭാഗത്തുനിന്ന് കുഞ്ഞിക്കായിരുന്നു, KMCന്റെ ഭാഗത്തുനിന്ന് കുന്നുമ്മൽ കോയ സാഹിബായിരുന്നു. അതേപോലെ തന്നെ കേളിന്റെ ഭാഗത്തുനിന്ന് മുമ്പ്
നാസർ കാരക്കുന്നായിരുന്നു. അങ്ങനെ ഓരോ മെയിൻ സാമൂഹിക ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനയുടെ തരത്തിലുള്ള ആളുകൾ ഇതിനു മുമ്പിലുണ്ട്. ഇവർക്കൊക്കെ ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഇത് ഈ പൈസ ഇത് കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണല്ലോ. പക്ഷെ നമ്മൾ 34 കോടി അത് അതിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളത് ഞങ്ങൾ പോലും സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതിനെ വെച്ച് ചിന്തിക്കുമ്പോൾ നല്ലൊരു ധൈര്യത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് അതേപോലെ തന്നെ ഇവിടെ പ്രമുഖ വ്യവസായികളൊക്കെ സന്ദർശിക്കണം, എല്ലാ ആളുകളും സന്ദർശിച്ചാൽ ഇത് എത്തിപ്പെടും എന്നുള്ളത് ഞങ്ങൾക്കുണ്ടായിരുന്നു. പിന്നെയുള്ള ബാക്കിയുള്ള പൈസ, വക്കീലിന്റെ പൈസ ഒന്നും ഇത്ര ഒരു വലിയൊരു ഇഷ്യൂ ആയി വരും എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ അത് ആളുകൾ ഈ ചോദ്യം ചോദിക്കുന്ന ആളുകളും അത് പറഞ്ഞു വരുത്തുന്ന ആളുകളും ഇതിലേക്ക് ഒരു രൂപ പോലും സംഭാവന നൽകാത്തവരാണ് എന്നാണ് പേര് പറയുന്നത്. ഒഫീഷ്യലായിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വക്കീൽ ഫീസിന്റെ കാര്യം ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ കാര്യത്തില്ലേ, ഈ ദിയാധനത്തിന്റെ കാര്യത്തിൽ നമ്മൾ ആളുകളോട് പറഞ്ഞ ദിയാധനമാണ്, അല്ലാതെ മറ്റ് എക്സ്പെൻസുകളൊന്നും നമ്മളിതിൽ കൂട്ടിയിട്ടില്ല. നമ്മളൊരു 15 മില്യണിന് ഈക്വൽ ആയിട്ടുള്ള തുകയാണ് നമ്മൾ ആളുകളോട് പറഞ്ഞിട്ടുള്ളത്. 15 മില്യൺ അവരാവശ്യപ്പെട്ടത്. നമ്മളത് 16 മില്യണിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടായി പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ആരാണ് അതിൽ കുറ്റക്കാർ? നമ്മൾ ഈ 16 മില്യൺ എന്ന് പറയുന്നത് നമ്മളത് വിശദീകരിച്ച് പറയേണ്ട ഒരു സമയമായിരുന്നില്ല. അപ്പോൾ സിപി പറഞ്ഞതുപോലെ ഈ 15 മില്യൺ ഒപ്പിച്ചാൽ വക്കീലിൻ്റെ ഫീസ് വളരെ ചുരുങ്ങിയ തുകയാണ്. നമുക്ക് ഏതെങ്കിലും വിധത്തിൽ അത് പിരിച്ചെടുക്കാൻ കഴിയും എന്നാണ് നമ്മുടെ വിശ്വാസം. ഈ പിന്നെ അന്ന് 15 മില്യണിന് ഈക്വലായിട്ട് വരുന്ന 34 കോടിക്ക് താഴെ എമൗണ്ടാണ് അന്ന് വന്നത്. ഇന്നിപ്പോൾ ആ റേറ്റ് 34 കോടി 35 ലക്ഷമാണ്. അപ്പോൾ ഈ തുകയാണ് നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിൽ 15 മില്യൺ കണക്കായിട്ടുള്ള തുകയാണ്. അതിനപ്പുറത്ത് ഒരു ചെലവും നമ്മൾ വേണ്ട. അങ്ങനെയുള്ള ചെലവുകൾ വന്നാൽ ഇവിടെയുള്ള നിയമസഹായ സമിതികളുണ്ട്. ആ ഫണ്ട് നമുക്ക് പിന്നെ ഒരുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് പിരിച്ചെടുക്കാൻ ഈ നിയമസഹായ സമിതി അല്ല, അത് സത്യം പറഞ്ഞാൽ പലരും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. പലരും അങ്ങനെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളോട് പിന്നെ പല ഘട്ടങ്ങളിലും സഹകരിക്കാതെ പോയിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമായ രംഗത്തുള്ള പല ലീഡേഴ്സും നമുക്ക് ഈ ഇങ്ങനെ ആശങ്ക നമ്മളോട് പങ്കുവച്ചിരുന്നു. ഇത്രയും വലിയൊരു തുക എന്ന് പറയുന്നത് ചെറിയ സംഗതിയല്ല, നമുക്ക് പിരിച്ചെടുക്കാൻ സാധിക്കുമെന്ന്. പക്ഷേ എന്തായാലും നമുക്ക് ദൈവാധീനം കൊണ്ട് അത് നമുക്ക് പിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഭംഗിയായത്. അല്ല, ഇതിൽ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, റിയാദ് നിയമസഹായ സമിതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ശ്രീ അഷ്റഫ് വെങ്ങാട് നാട്ടിലേക്ക് പോകുന്നു. നാട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ സോഷ്യൽ ഇൻഫ്ലുവൻസിലെ ആളുകളെ കാണുന്നു. ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സോഷ്യൽ ഇൻഫ്ലുവൻസിന്റെ ആളുകളുണ്ടല്ലോ, ഇവരെയൊക്കെ പേഴ്സണലി ഇവരും നാസർകാരന്തോറും അതുപോലെ തന്നെ മൊയ്തീൻ കോയ അടക്കമുള്ള ഷക്കീബ് അടക്കമുള്ള ആളുകൾ നേരിട്ട് പോയി കണ്ട് മതമേധാധ്യക്ഷന്മാരെ കണ്ടു, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കന്മാരെ കണ്ടു, രമേശ് ചെന്നിത്തലനെ കണ്ടു, CPM-ന്റെ നേതാക്കന്മാരെ കണ്ടു. ഇതൊക്കെ ഒരു നിമിഷം ആക്ടിവേറ്റ് ആക്കാനൊക്കെ ചെയ്തിട്ടുള്ളത് റിയാദ് നിയമസഹായ സമിതിയാണ്. ഈവൺ ഇതിന്റെ ആപ്പ് വരെ ഡിസൈൻ ചെയ്തത് നമ്മൾ ടെക്നിക്കൽ ടീം, അതിന്റെ കൺസൾട്ടൻസ് വരെ കൊടുത്തത് റിയാദിലുള്ള ടെക്നിക്കൽ ടീം, അതിന്റെ പേര് കൊടുത്തതും ഡിസൈൻ ചെയ്തതും ഒക്കെ റിയാദിൽ നിന്നുള്ള ഈ ടെക്നിക്കൽ ടീമാണ്. റിയാദ് നിയമസഹായ സമിതിയാണ് ഇതിന്റെ എല്ലാ നീക്കങ്ങളും നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം പറയാം, നാട്ടിലെ അബ്ദുറഹീം നിയമസഹായ സമിതി 2021 മുതൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും നമ്മളിവിടെ ഇങ്ങനെ ഒരു വലിയ ഫണ്ട് സമാഹരണത്തിന് ഒരുങ്ങുമ്പോൾ ഇവിടെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കതിന് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നാട്ടിൽ അബ്ദുറഹീം നിയമസഹായ സമിതി പിന്നെ ആ റഹീമിൻ്റെ നാട്ടുകാരായിട്ടുള്ളവരും അവിടെയുള്ള ആ ബേപ്പൂർ മണ്ഡലത്തിലുള്ള സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ എല്ലാ രംഗത്തുള്ള ഒരു സർവകക്ഷി സമിതിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അവരുടെ പിന്നെ നേതൃത്വത്തിൽ തന്നെയാണ് നമ്മൾ ഈ ട്രസ്റ്റ് രൂപീകരിച്ചത്. ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നപ്പോൾ ട്രസ്റ്റ് ഉണ്ടാക്കി വളരെ സുതാര്യമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. അന്ന് ഈ ഫണ്ട് റൈസിങ്ങിൽ നമ്മളെ സഹായിച്ച ഒരു വിഭാഗം എന്ന് പറയുന്നത് പിന്നെ റിയാദിലെ കമ്മിറ്റിയുടെ ഈ പങ്കാളിത്തം കൂടാതെ നാട്ടിലെ കമ്മിറ്റിയും അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാദേശികമായി ഈ റഹീമിൻ്റെ നാട്ടുകാരായിട്ടുള്ള കോടമ്പുഴ ഏരിയയിലുള്ള ഒരു വിഭാഗം ആളുകളുണ്ട്, ആ പ്രദേശത്തുള്ള ആളുകൾ, അവരും സംഘടിതമായതിന് ശക്തമായി സഹായിച്ചു. ഒപ്പം പിന്നെ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, പല തലങ്ങളിലുള്ള നേതാക്കൾ, പിന്നെ പ്രവാസ ലോകത്തുള്ള എല്ലാ സംഘടനകളും എല്ലാവരും കൈകോർത്തപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായ ഫണ്ട് 2 ദിവസം മുമ്പ് നമ്മുടെ ആപ്പിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ ആപ്പ് നമുക്ക് വലിയൊരു മുതൽക്കൂട്ടായി. ആപ്ലിക്കേഷനാണ് സത്യത്തിൽ നമ്മൾ കൃത്യമായ സുതാര്യമായിട്ടാണ് ഇത് പോകുന്നതെന്നും ഇത് എല്ലാ തലങ്ങളിലെ സംശയങ്ങളും ദൂരീകരിച്ചുകൊണ്ട് ആശങ്കകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഈ നേട്ടം കൊയ്യാനുള്ളൊരു കാരണം
ആപ്പായിരുന്നു. അതിന് നാട്ടിലുള്ള മലപ്പുറത്തുള്ള ഒരു പിന്നെ ടീമാണ് അത് പിന്നെ സ്പൈൻ നേരത്തെ ഡിസ്കസ് ചെയ്ത സംഗതികളാണ് ഇതൊക്കെ, അറിയാവുന്ന സംഗതികളാണ്. ഇനിയുള്ള കേസിന്റെ സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ, അതൊന്ന് ലളിതമായിട്ട് പറയും. പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് എന്തൊക്കെയാണ് അടുത്ത ഫർദർ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്ന് അതെ അതുകൂടെ ഒന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ അവിടെ പിന്നെ ഈ ഗൂഗിൾ പേ GPay നമ്പറുകൾ ആണ് നമ്മൾ കൂടുതലും പിന്നെ ഈ ഫണ്ട് റൈസിങ്ങിന് വേണ്ടി സാധാരണക്കാർക്കിടയിലേക്ക് പോയത്. അപ്പോൾ ഈ GPay പിന്നെ അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഒരു 25 ട്രാൻസാക്ഷൻ വന്നാൽ അത് അന്ന് ബ്ലോക്കാവും. പിന്നെ അടുത്ത ദിവസത്തേക്ക് കിട്ടുള്ളൂ ഒരു അക്കൗണ്ടിൽ. അങ്ങനെ നമ്മൾ ആ ഘട്ടങ്ങളിൽ ഒരു പിന്നെ 10ഓളം ബാങ്കുകളിൽ ഇങ്ങനെ സെപ്പറേറ്റ് ഉമ്മായിയുടെ പേരിലാണ്, വേറെ ആരുടെ പേരില്ല, വിവിധ ബാങ്കുകൾ. അതാണ് ഈ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ 10ഓളം ബാങ്കുകളിൽ നമ്മൾ ഉമ്മായിയുടെ പേരിലാണ് നമ്മളെ കട കൃത്യമായ പിന്നെ സംഗതി ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം തയ്യാറാവുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കണക്കുകളിലേക്ക് കൃത്യമായി കിടക്കുന്നില്ല. നാട്ടിലെ സമിതി തന്നെ പിന്നെ പത്രസമ്മേളനം വിളിച്ച് അത് പിന്നെ വെളിപ്പെടുത്താനിരിക്കുകയാണ്. ആ കാര്യങ്ങൾ ഇപ്പം പിന്നെ പുറത്ത് പറയുന്നില്ല. അതോടൊപ്പം പിന്നെ 2 പ്രധാനപ്പെട്ട ബാങ്കുകളിലാണ് നമുക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നത്. ഒന്ന് ICICIയുടെ മലപ്പുറം ബ്രാഞ്ചിലും അതുപോലെ ഫെഡറൽ ബാങ്കിൻ്റെ ചെറുവണ്ണൂർ ബ്രാഞ്ചിലും. കൂടാതെ ഉമ്മായിയുടെ പേരിൽ പിന്നെ നമുക്ക് ഈ ട്രസ്റ്റിൻ്റെ പേരിൽ ഇത് ക്രമാതീതമായി അക്കൗണ്ട് തുറക്കുന്നതിൻ്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് പിന്നെ ഉമ്മായിയുടെ പേരിലാണ് നമ്മുടെ അക്കൗണ്ട് പോകുന്നത്. ഒരു അക്കൗണ്ട് SBIയിലും ഉമ്മായിയുടെ പേരിലുണ്ടായി. ബാക്കി ഈ പറഞ്ഞതുപോലെ GPay അക്കൗണ്ടുകളുമാണ് ഉണ്ടായത്. അതിൻ്റെ കൃത്യമായ കണക്ക് നമുക്ക് ഓഡിറ്റേഴ്സ് ഉണ്ട്. എല്ലാം പിന്നെ ഈ പറയുന്ന 15 മില്യൺ റിയാലിന് തുല്യമായ തുക കൂടി ഇങ്ങോട്ട് അയച്ചതിന് ശേഷം അതിൻ്റെ മൊത്തമായ വരവും ചെലവും കണക്കാക്കി ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ആവുകയാണ്. ഈ ആഴ്ചയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ പത്രസമ്മേളനം നാട്ടിലെ ട്രസ്റ്റ് കമ്മിറ്റി നടത്തും. അവരത് കൃത്യമായി പുറത്തിറക്കുക ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ സഹകരിച്ചവരിൽ നാട്ടിലെ ട്രസ്റ്റ് കമ്മിറ്റി വളരെ സജീവമായ പങ്കുവഹിച്ചിട്ടുണ്ട്. നാട്ടിലെ പ്രാദേശിക കമ്മിറ്റി നല്ല പങ്കുവഹിച്ചിട്ടുണ്ട്. എല്ലാത്തിനും നേതൃത്വം നൽകിക്കൊണ്ട് നമ്മളെ റിയാദ് കമ്മിറ്റിയും മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ എല്ലാവരും മാധ്യമപ്രവർത്തകരടക്കമുള്ള എല്ലാ ലോകത്താകമാനമുള്ള മലയാളി സമൂഹം നമ്മളോട് നന്നായി ഇക്കാര്യത്തിൽ സഹകരിച്ചു. ഈ 2021 സഹായ സമിതി നിലവിൽ വരുന്നു. എവിടെ? നാട്ടില് ഇവിടെ ഇല്ല. ഇവിടെ 16 വർഷം പോരെ, 16 വർഷം പോയി, 16 വർഷം മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റേ നാട്ടിലാണ് അത് പറഞ്ഞത്. 16 വർഷത്തിലുള്ള കണക്കുകളെല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടും. 16 വർഷമായിട്ടുള്ള കണക്കുകൾ അത് ഇവിടെ റിയാദിലാണ്. അത് ഞങ്ങളെടുത്താണ് കണക്ക്. അതിൽ അത്രയും ചെലവാക്കിയ പൈസകളുണ്ട്. 2-3 വക്കീലന്മാർക്ക് ഫീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം പേഴ്സണൽ ആയിട്ടാണോ അത് എക്സ്പെൻഡിച്ചർ? അന്ന് നമ്മള് കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിലല്ലോ. ഇപ്പൊ തിരിച്ചു കിട്ടാൻ സാധ്യത വാങ്ങണല്ലോ. അതാണ് അതിന് വേണ്ടത്. അതിൻ്റെയൊക്കെ കൃത്യമായ കണക്കുകളും ഇവിടെ റിയാദ് സമിതിയുടെ മുന്നിലുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇത് മുഴുവനാവുന്നു പൂർത്തിയാകുന്നതോടുകൂടി ഇതേപോലെ തന്നെ നമ്മൾ പിന്നെ വാർത്താ സമ്മേളനം വിളിച്ച് അറിയിക്കുന്നതാണ്. കാരണം ഇവിടെ വരെ എത്തിച്ചേരാനായിട്ടുള്ള തുടക്കമിട്ടത് സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള പണം ഉണ്ടാവണം. അത് ഇവിടെ നമ്മള് ജീവിക്കാൻ വന്നതിന് ശേഷം ചെലവാക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു അതിന്റെ ഒരു കണക്കിലൊക്കെ ലാസ്റ്റ് വരും എത്ര ഞങ്ങൾ ചെലവാക്കിയെന്നുള്ളതും ഇതുവരെ എന്റെ അഭിപ്രായത്തിൽ ഏകദേശം ഒരു നല്ലൊരു സംഖ്യ. അത് എത്രയാണെന്നുള്ളത് ഞങ്ങൾ ഇപ്പൊ പറയണില്ല. ഞങ്ങൾക്ക് അത്യാവശ്യം ഏതായാലും എബോവ് 2 ലക്ഷം രൂപ മേലെ ചെലവ്. ഇനിയുള്ള സ്റ്റെപ്പ് ഇപ്പൊ നമ്മുടെ ഫണ്ട് എംബസി MEAയിലാണ്, MEAയുടെ അക്കൗണ്ടിലാണുള്ളത്. MEAയുടെ അക്കൗണ്ടിൽ നിന്ന് നാളെ തന്നെ എംബസിയുടെ അക്കൗണ്ടിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എംബസി അവിടുന്ന് നമുക്ക് സർട്ടിഫൈഡ് ചെക്ക് ഇഷ്യൂ ചെയ്യും. അത് പിന്നെ ഈ കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ പേരിലായിരിക്കും ചെക്ക് ഇഷ്യൂ ചെയ്യുക. ആ ചെക്ക് പിന്നെ നമ്മുടെ വക്കീലിൻ്റെയും എംബസി ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ നമ്മുടെ പവർ ഓഫ് അറ്റോർണി സിദ്ദീഖിൻ്റെയും നേതൃത്വത്തിൽ ഗവർണറേറ്റിൽ സബ്മിറ്റ് ചെയ്യും. ഗവർണറേറ്റിൽ ഇവരെ പിന്നെ അത് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ഈ വാദിഭാഗത്തിൻ്റെ വക്കീലിനെയും അവരുടെ അനന്തരാവകാശികളെയും അവിടെ വിളിച്ചു വരുത്തി അവിടെ നിന്ന് ഒരു കരാർ സുൽഹുണ്ട്. ഈ പിന്നെ നമ്മുടെ അത് കരാർ ഒപ്പിട്ടതിന് ശേഷം
ആ കരാറും അതുമായി ബന്ധപ്പെട്ട നടപടികളും തുടരുന്നതിന് വേണ്ടി കോടതിയിലേക്ക് അയക്കും. ഈ കോടതിയിൽ നിന്നാണ് പിന്നീട് നമുക്ക് മറ്റ് നടപടികളിലേക്ക് പോവാം. അതിൽ പിന്നെ വധശിക്ഷ ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വിടുതലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോടതിയാണ് പിന്നെ സിറ്റിങ്ങിൽ തീരുമാനിക്കുന്നത്. തീർച്ചയായും പിന്നെ ഈ സമിതി എത്ര സമയമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇപ്പോഴത്തെ ഒരു ഒരാളെ സംബന്ധിച്ച് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തായി എത്ര സമയം എടുക്കുന്നതാണ്. നമ്മളിതിന്റെ തുടക്കത്തിൽ പ്രതീക്ഷിച്ചിരുന്നത് ബലിപെരുന്നാളിന് മുമ്പേ റഹീമിനെ ഉമ്മാന്റെ അടുത്ത് എത്തിക്കണമെന്നായിരുന്നു നമ്മൾ അന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകരോടൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷെ നമുക്ക് ഇവിടെയുള്ള സ്വാഭാവികമായ കാലതാമസം നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. നമ്മുടെ മുന്നിലുള്ള സമയം അത് എത്ര സമയം എടുക്കും, അല്ലെങ്കിൽ അവരെപ്പോഴാണ് നമുക്ക് അതിന് സിറ്റിങ്ങിന് ഡേറ്റ് തരിക എന്ന് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. ഇപ്പം തന്നെ ഈദ് അടുത്തതുകൊണ്ട് കോടതിയുടെ ഷെഡ്യൂളൊക്കെ പൂർത്തിയായി എന്നാണ് നേരത്തെ നജാത്തി സാഹിബുമായൊക്കെ ബന്ധപ്പെട്ട് ഇവിടെയുള്ള വക്കീലന്മാരൊക്കെ ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പോൾ ആ ഡേറ്റ് എപ്പോഴാണ് ഡിക്ലെയർ ചെയ്യുക എന്നതിനെ ആശ്രയിച്ചിരിക്കും സമയപരിധി. അത് പരമാവധി ബലിപെരുന്നാളിന് മുമ്പ് തന്നെ പുറത്തിറക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ അത് ഒരു പക്ഷേ ലീവ് മാത്രമല്ല ഇനി ആ സമയത്ത് സമാനമായ കേസില് സമാനമായ കേസ് കാരണം കോടതി എപ്പോഴും നോക്കുക അവിടുത്തെ പ്രിഫറൻസ് അനുസരിച്ചാണ്. ആ ഡേറ്റ് കിട്ടിയാല് പിന്നെ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അതെയോ, അത് നമ്മുടെ പിന്നെ റിയാദിലെ ഫെഡറൽ കോടതിയിലെ ആ ബെഞ്ചിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ പോയി അത് ക്ലിയർ ആയതിനു ശേഷം ജയിലിലേക്ക് പോയാൽ കഴിയാം. അപ്പൊ അതിന് സമയം എത്ര എടുക്കുന്നു വ്യക്തമായിട്ട് നമ്മൾക്ക് പറയാൻ കഴിയില്ല. അത് കോടതിയുടെ നടപടിക്രമങ്ങളുടെ അനുസരിച്ച് എന്തായിരുന്നാലും ഒരു വലിയ ഒരു സമയം അതിന് വേണ്ടി വരും. 3 മാസം അറിയോ, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അക്ഷർ സാറിനും സിദ്ദീഖാക്കും റഹീമിനും കൂടിയിട്ട് ഫ്ലൈറ്റിൽ മക്കത്തേക്ക് ഉംറ ചെയ്യാനായിട്ട് പോകുന്നത് കാട് കറങ്ങാൻ വേണ്ടി പറയുന്നതാണ്. അതൊക്കെ തമാശ കിട്ടുന്നതാണ്. തമാശയായിട്ട് കണ്ടിട്ടുണ്ട്. 7 ലക്ഷം റിയാല് വക്കീൽ ഫീസ് കൊടുത്തത്. അപ്പൊ അത് യൂണിവേഴ്സിറ്റി തന്നിട്ടാണോ ഈ വക്കീൽ ഫീസ് കൊടുത്തത്? തീർച്ചയായിട്ടും കൃത്യമായ കരാറുണ്ട്. ഒപ്പം തന്നെ അവരുടെ ലീഗൽ ഫേമിന്റെ ഇൻവോയ്സ് നമുക്ക് ലഭിക്കും. അത് ഇതുവരെ നമ്മൾ ചെക്ക് കൈമാറിയിട്ടില്ല. നമ്മൾ അവർക്ക് അതിന്റെ കോപ്പി മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നമുക്ക് നമ്മുടെ പിന്നെ നടപടികൾ പൂർത്തിയായതിനു ശേഷം മാത്രമാണ്, അല്ലെങ്കിൽ പൂർത്തിയാക്കുന്ന വേളയിലാണ് നമുക്കത് കൈമാറാൻ കഴിയുക. അപ്പോഴാണ് നമുക്ക് ഈ കരാറും അതുപോലെ തന്നെ ഒപ്പം ഇൻവോയ്സ് ഉണ്ട്. ഒരു ലീഗൽ ഫേം ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ 5% വാറ്റ് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ഈ 7 ലക്ഷം രൂപ പ്ലസ് 5% വാറ്റ് കൂടെ കൊടുക്കേണ്ടി വരുമോ, അതോ അത് ഓൾറെഡി വക്കീലിന്റെ ഓഫീസിൽ നിന്നുള്ള ലെറ്ററിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 7 ലക്ഷം രൂപ അത് ചേംബർ അറ്റസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ വാറ്റിന്റെ അല്ലേ, അത് അവരെ വാറ്റ് ഇൻക്ലൂഡ് ആയിട്ടായിരിക്കും 7 ലക്ഷം. നമ്മൾ 7 ലക്ഷം ചെയ്യാനെന്നുള്ളതാണ് കരാർ. അത് ഒരു വാറ്റ് കൊടുക്കുക. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ട് വ്യക്തിപരമായിട്ട് നല്ല രൂപത്തിൽ ചെയ്ത കരാറുകൾ ഒരിക്കലും വലിയ ചർച്ചയാക്കാൻ പാടില്ല. അതിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സ്വകാര്യമായിട്ട് നിൽക്കേണ്ടി വരും. കാരണം അതിൽ അത്രത്തോളം നമ്മൾ പറഞ്ഞ് ആ കാര്യങ്ങൾ പോയി എംബസി തന്നെ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തത്തിലേക്ക് വന്നത് അത് സുതാര്യായിക്കോട്ടെ എന്ന് കരുതിയ. അപ്പൊ വക്കീൽമാരെയോ അവരുടെ പേരുകൾ എടുത്ത് പറഞ്ഞ് ഇത്തരം എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളതിന് ഉത്തരവാദിയാണ്. കാരണം അതൊക്കെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളാണ്. അതറിയാലോ, അത് വലിയ നമ്മള് ആളുകൾക്ക് അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണല്ലോ ആ ഫീസ് എംബസി മുഖാന്തരമാണല്ലോ കൈമാറിയത്. അപ്പം അതിന്റെ കാര്യങ്ങളും നിയമപരമായ കാര്യങ്ങളൊക്കെ അവരാണ് നോക്കുന്നത്. നമ്മൾക്ക് ഈ കമ്മിറ്റിക്ക് നമ്മൾ നൽകിയ കാര്യങ്ങൾ, രേഖാമൂലം നൽകിയ കാര്യങ്ങൾ നമ്മൾ നൽകുക എന്നുള്ളതാണ്. കോപ്പി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒറിജിനൽ കയ്യില്. കാരണം ഇതിന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായിട്ട് മാത്രം പൈസ ആ ചെക്ക് കൈമാറുള്ളൂ. 7 ലക്ഷം റിയാല് ഇൻക്ലൂഡിംഗ് വാറ്റാണോ? ആ ഇൻക്ലൂഡിംഗ് വാറ്റാണ്. ഓക്കെ, ലോകമെമ്പാടും റഹീമിന് വേണ്ടി ഒരുപാട് സഹായങ്ങൾ എത്തി. റിയാദിലെ റഹീം സഹായ സമിതിക്ക് പൊതുസമൂഹത്തോട് എന്താണ് പറയുന്നത്? ഞങ്ങള് അതിന് എത്രയോ പ്രാവശ്യം ഞങ്ങൾ നന്ദി അറിയിച്ചിട്ടുണ്ട് ആ കാര്യത്തില്. റിയാദിൽ നിന്നാണ് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ പൈസ പോയിട്ടുള്ളതെന്നുള്ള ഞങ്ങളൊരു. കാരണം ഇവിടുന്ന് ഞങ്ങൾ ബിരിയാണി ചലഞ്ച് ആയാലും മറ്റുള്ള സംഘടനകൾ അയച്ചതായാലും ഓരോ സംഘടനകൾ തന്ന കാശ് ആയാലും മൊത്തത്തിൽ എന്റെ അഭിപ്രായത്തിൽ ഏകദേശം 4-5 കോടി രൂപ റിയാദിൽ നിന്ന് മാത്രം പോയിട്ടുണ്ട്.
അപ്പൊ ഈ ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ നന്ദി ഞങ്ങൾക്കാണ് എല്ലാവരും തരുന്നത്. കാരണം ഞങ്ങൾ ഇതിന് മുന്നിട്ടിറങ്ങി ഈ ദൗത്യം വിജയിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി ഞങ്ങളോട് നന്ദി പറഞ്ഞതായിരുന്നു. അവർ ഈ കാര്യം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സൗദി അറേബ്യയിലെ ജുഡീഷ്യറി സംവിധാനത്തിൽ നമ്മൾക്ക് നൽകുന്ന ഒരുപാട് മില്യൺ കണക്കിന് ഇന്ത്യൻസ് ഇവിടെ നല്ല മാന്യമായിട്ട് ജോലി ചെയ്ത് വരുന്നുണ്ട്. അവർക്ക് നിയമങ്ങളോടുള്ള മതിപ്പും നിയമങ്ങളോടുള്ള ആ ബഹുമാനവും കൂടുകയും നമ്മളോടും തന്നെ ഇതിന്റെ അധികാരികളും ഒക്കെ വളരെ, അതായത് ബിരിയാണി ചലഞ്ച് പോലുള്ള ഒരു സംഗതി ഉണ്ടായിട്ട് പോലും ഒരു അന്വേഷണം പോലും വരാത്തത് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി ഒരു ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറുകയും അതൊരിക്കലും ചൂഷണത്തിന് വേണ്ടിയല്ല, നിയമപരമായ വഴികൾക്കാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ള അധികൃതർക്ക് ഒരു പക്ഷേ മൗനമായിട്ട് അവർ അറിഞ്ഞേക്കാം. എന്നിട്ട് അതൊക്കെ നമ്മൾക്ക് ഈ രാഷ്ട്രം നൽകുന്ന വലിയ വലിയ സേവനങ്ങളാണ്. ആ മതിപ്പോട് കൂടി തന്നെ നമ്മൾ ഈ രാഷ്ട്രത്തെ കാണുകയും ഈ രാഷ്ട്രത്തെ ഭരണാധികാരിയെ ആദരിക്കുകയും ഈ രാഷ്ട്രത്തിലെ ജുഡീഷ്യറി സംവിധാനത്തെ നമ്മൾ എന്താണ് അങ്ങേറ്റം ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ റഹീമിന്റെ മോചനത്തിലൂടെയും നമുക്ക് ഈ പൊതുസമൂഹത്തോട് പറയാനുള്ളത്. മലയാളികൾ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന എത്ര പെട്ടെന്നാണ് ഇതൊക്കെ. നമ്മൾ ഇത് പറഞ്ഞല്ലോ, ഇത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചിട്ടില്ല. കിട്ടുന്നത് കൊണ്ട് വിലപേശണം എന്ന് തന്നെയായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മുടെ ആ മനക്കരുത്തും ഇതിന്റെ പ്രവർത്തകരുടെ സജീവ സാന്നിധ്യവും ഈ നിയമസഹായ സമിതി ഉൾക്കൊള്ളുന്ന ഈ റിയാദിലെ പൊതുസമൂഹത്തിന്റെ പങ്കാളിത്തവും ലോകത്തിലുള്ള മുഴുവൻ മലയാളികൾക്കും മാതൃകയായതുകൊണ്ട് മാത്രമാണ് ഇത്തരം പെട്ടെന്ന് ഒരു സംവിധാനത്തിലൂടെ നമ്മൾക്ക് ഈ ഫണ്ട് കളക്ട് ചെയ്യാൻ സാധിച്ചതും. ഇങ്ങനെ കഴിഞ്ഞ 2023 ഒക്ടോബർ മുതൽ അതിന്റെ ഇടയിൽ റഹീം, നിങ്ങൾക്കറിയാം, റഹീമിന് വധശിക്ഷ അതിന്റെ എന്താണ് അത് നടപ്പിലാക്കാൻ വേണ്ടി അവിടുന്നാണ് നമ്മൾ റഹീമിനെ കൊണ്ടുവരുന്നത്. അപ്പോഴാണ് ഇത് വലിയൊരു വഴിത്തിരിയിലേക്കാവുന്നത്, അറിയാലോ. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഇനിയും എന്താണ് സുഗമമായിട്ട് ഈ നിയമത്തിന്റെ നടപടിക്രമങ്ങളിൽ ഇരുന്നുകൊണ്ട് നടത്താനും അത് എന്താണ് മുന്നോട്ട് പോകാനും നിങ്ങളുടെ സഹായം ഇതുപോലെ വളരെ അത്യാവശ്യമാണെന്ന് കൂടി ഇനിയും നിങ്ങളുടെ തുറന്നുള്ള സഹായവും മീഡിയ പ്രവർത്തകരുടെ സജീവമായ സഹായവും ഇനിയും ഈ നിയമസഹായ വേദിക്ക് ഉണ്ടാവണം എന്നൊരു അപേക്ഷ കൂടി പങ്കെടുക്കുക. മറ്റൊരു കാര്യം കൂടി, അതില് ഇന്ത്യൻ എംബസിയുടെ പങ്ക് പൗരന് പിന്നെ അനുഭവിച്ച അല്ലെങ്കിൽ ഒരു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ്. ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നമ്മുടെ സഹോദരന് വേണ്ടി ഇന്ത്യൻ എംബസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ മുതൽ ഇപ്പം വെൽഫെയർ ഉദ്യോഗസ്ഥനായ യൂസഫ് കാക്കഞ്ചേരി ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ ഞാൻ പറയുന്നില്ല, അംബാസിഡർ മുതൽ താഴേക്കിടയിലുള്ള എല്ലാ ഓഫീസേഴ്സും നമ്മളോട് പിന്നെ ഒട്ടും അവരുടെ ടൈം ഷെഡ്യൂളോ സമയമോ അവധി അവധി സമയങ്ങളിൽ പോലും അവധി ദിനങ്ങളിൽ പോലും നമുക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യാൻ മുന്നിട്ടിറങ്ങി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റിയാദിലെ പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശാവഹമായ ഒരു കാര്യമാണ്. നമുക്കൊരു ചെറിയൊരു പല ഘട്ടങ്ങളിലും പ്രതിസന്ധി ഉണ്ടോ എന്ന് ആശങ്കിക്കുന്ന സമയത്ത് അവരുടെ എല്ലാവിധ പിന്തുണയും നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളെ ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലക്ക് നമുക്ക് എംബസിയുടെ ആ ഒരു സഹായത്തെ വളരെ ആദരവോട് കൂടിയേ കാണാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ ഈ പൊതുസമൂഹത്തോട് പറയാനുള്ള കാര്യം, പൊതുസമൂഹം വളരെ ജാഗ്രതയോടെയാണ് ഇത് സമീപിച്ചിട്ടുള്ളത്. നമ്മൾ അവരോട് പറഞ്ഞത് റഹീം ഒരിക്കലും നിരപരാധിയാണ് എന്ന് നിങ്ങൾ എവിടെയും പറയരുത് എന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യന്റെ ഉള്ളിൽ നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ പ്രചരണങ്ങളിലും നമ്മുടെ എല്ലാ സംഘടനകളും പൊതുസമൂഹവും വളരെ കൃത്യമായി ആ കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തിയിട്ട് ഒരിക്കലും തന്നെ സൗദി അറേബ്യയിൽ നമ്മൾ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ റഹീം ഒരിക്കലും നിരപരാധിയാണ് എന്ന് പറയാതിരിക്കാൻ അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. നാട്ടിലേത് പോലെയല്ല, നാട്ടിലൊക്കെ പലരും തൂക്കിക്കൊല്ലാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ അത്രയും ജാഗ്രതയോടെ നമ്മളോട് സപ്പോർട്ട് ചെയ്ത ആളുകളാണ് റിയാദിലെ പൊതുസമൂഹം. അവരോട് വളരെയധികം നന്ദി. റിയാദ് നിയമസഹായ സമിതിക്കും അതുമായി ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. സഹായ സമിതി ഗ്രൂപ്പിൽ തന്നെ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ മനസ്സിലെന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ ഈ ഒരു പത്രസമ്മേളനത്തോടു കൂടി ഈ തെറ്റിദ്ധാരണ എല്ലാം അകലുമെന്ന് സഹായ സമിതി കരുതുന്നുണ്ട്. തീർച്ചയായും അതിനുള്ള അത് തെറ്റിദ്ധരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ അത് തെറ്റിദ്ധരിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ മനസ്സ് നമുക്ക് മാറ്റാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് സഹകരിച്ചവരെ ഒട്ടും അവർ ഒരു റിയാല് തന്നിട്ടുണ്ടെങ്കിൽ ആ റിയാലിനെ തീർച്ചയായും ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകളൊക്കെ ബാധ്യസ്ഥരാണ്. 100% ഉത്തരവാദിത്വത്തോടു കൂടിയാണ് റഹീം നിയമസഹായ സമിതി ഇവിടെയായാലും നാട്ടിലായാലും ആ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്
ഇതിന് മുന്നിൽ നിൽക്കുന്ന ആളുകളെ അപമാനിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഈ ദൗത്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റിവിടുകയും അതുവഴി റഹീമിൻ്റെ ജയിൽ മോചനം നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ള ചില തന്ത്രപരമായ സമീപനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ആരാണ് അതിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തേണ്ടത് മാധ്യമപ്രവർത്തകരാണ്. അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരുടെ ഡ്യൂട്ടിയാണത്. ഇവിടെ പൊതുസമൂഹത്തിന് നേരെ കൊഞ്ഞനം കാട്ടി അല്ലെങ്കിൽ കൃത്യമായി വളരെ സുതാര്യമായി നടത്തിയ ഒരു സംവിധാനത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് യാതൊരു മുൻ ധാരണയുമില്ലാതെ ചിലർ നടത്തുന്ന സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ഇത്തരം കടന്നാക്രമണങ്ങൾ, അത് ഒരു സത്യം, അത് ആ ആളുകളെ വിളിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിട്ട് അതിൽ തെറ്റുണ്ട് എന്ന് കണ്ടാൽ അതിനെ ആക്ഷേപിക്കുകയും അതിനെതിരെ വാളോങ്ങുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റാവുന്നതാണ്. പക്ഷെ അതേസമയം ഇതിൽ ഒട്ടും ഇതില്ല. ഈ പൊതുസമൂഹം മൊത്തത്തിൽ അറിഞ്ഞുകൊണ്ട് സർവകക്ഷിയുടെ, ഇതൊന്നും ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികളുടെയോ ഒന്നോ രണ്ടോ സംഘടനകളുടെയോ മേൽനോട്ടത്തിലല്ല അതൊന്നും നടന്നത്. ഇത് നടന്നിട്ടുള്ളത് സർവകക്ഷി സമിതിയുടെയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, റിയാദിലെ തന്നെ 150-ലും വരുന്ന സംഘടനകളുടെ പ്രതിനിധികൾ, 100-300-ഓളം വരുന്ന ആളുകൾ അടങ്ങുന്ന ഒരു സമിതിയാണ് ഇതിനിവിടെ നേതൃത്വം നൽകിയത്. നാട്ടിലും അതേപോലെ തന്നെ സർവകക്ഷി സമിതിയാണ്, അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്. അവിടെയും സുതാര്യതക്കുറവ് അന്വേഷിച്ചെത്തുന്നവരുടെ പിന്നിലുള്ള അജണ്ട എന്താണ് എന്നുള്ളത് പൊതുസമൂഹം മനസ്സിലാക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളാരും ഇന്ന് വരെ ആ രീതിയിൽ കമ്മിറ്റിയുടെ അംഗങ്ങളോ അല്ലെങ്കിൽ ഇവിടെ നാട്ടിലുള്ള കമ്മിറ്റിയുടെ അംഗങ്ങളോ അല്ലെങ്കിൽ പ്രാദേശികമായി അവിടെ ഉണ്ടായിരുന്ന കൂട്ടായ്മയുടെ അംഗങ്ങളോ ഒരിക്കലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹലാലയുടെ സംഗതി പോലും നമ്മൾ തൊടുകയോ അതെല്ലാം കൃത്യമായി ബാങ്കിൽ അക്കൗണ്ടുകളിലേക്ക് മാറ്റാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ആളുകൾക്ക് മുന്നിൽ നമ്മളെ വളരെ മോശക്കാരായി നന്മ മരങ്ങളെന്നും കാഞ്ഞിര മരങ്ങളെന്നും അങ്ങനെ പല രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ നടത്തി നമ്മളെ മോശക്കാരാക്കാൻ ശ്രമിക്കുന്നവരുടെ ഹിഡൻ അജണ്ട അത് പൊതുസമൂഹം മനസ്സിലാക്കണം. ആ പറഞ്ഞവരും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് അന്വേഷിക്കാൻ സമയം കണ്ടെത്തണമെന്നാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് വേറെ ഒന്നും പോകുന്നില്ല. ലീഗലായിട്ടുള്ള നടപടികളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട റഹീം പുറത്തിറങ്ങട്ടെ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം. റഹീം പുറത്തിറങ്ങിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട് ഈ ആളുകളൊക്കെ ബോധ്യപ്പെടുത്താനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നീങ്ങാനും ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ചത് പൈസ ഒരിക്കലും തന്നെ വാങ്ങരുത് എന്നും ആളുകളോട് അക്കൗണ്ടിലേക്ക് അയക്കാനുള്ള ഒരു ശ്രമം നടത്താനാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പിന്നെ നമ്മൾ ഇതിന്റെ വെള്ളപ്പോക്ക് കണ്ടപ്പോഴാണ് നമ്മൾ ഇവിടുത്തെ പ്രാദേശികമായിട്ടും ബിരിയാണി ചലഞ്ചുമായിട്ടൊക്കെ നമ്മൾ മുന്നോട്ട് വരുന്നത്. അത് വളരെ കൃത്യമാണ് നമ്മളുടെ ആ ഒരു അതിനുള്ള സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പ്രചരിക്കുന്നുണ്ട്. 16 വർഷമായിട്ട് അനിസൽ ഷെയ്ഖിയുടെ കുടുംബത്തെ കാണാൻ കഴിയാഞ്ഞിട്ട് എന്റെ ശ്രമഫലമായിട്ടാണ് അവരുമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യക്തി ഉണ്ടല്ലോ ഈ പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വിടുന്ന പടച്ചു വിടുന്ന വ്യക്തി, ആളെ പേര് പറഞ്ഞിട്ട് കുഴപ്പമില്ല, പേര് പറയുന്നില്ല. പേര് പറയാതെ തന്നെ ഈ വ്യക്തിന്റെ അവസ്ഥ തന്നെ ഒന്നാമത് അയാൾ ഉറൂബാണ്, രണ്ടാമത് മക്രൂബാണ്, മൂന്നാമത് അയാളെ കയ്യേറ്റം ചെയ്യുന്ന ഒരുപാട് വീഡിയോകൾ ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു. ഇയാളാണ് ഇതിന്റെ പിന്നിൽ പോകുന്നത്. മാത്രമല്ല അയാള് ഉണ്ടാക്കി വെച്ച കെണികള് ഈ അതിന്റെ കെണിന്റെ ബാക്കിയാണ് നാട്ടിൽ നിന്ന് ഈ KM ബഷീർ പോലുള്ള ആളുകൾ. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, ഞാൻ ഇവരൊക്കെ ഈ നാട്ടിൽ നിന്ന് ഇങ്ങനെ തള്ളുമ്പോൾ എനിക്ക് തോന്നൽ എന്താന്ന് വെച്ചാല്, നാട്ടിലൊരു കുഗ്രാമത്തില് ഒരു സ്റ്റേഷനറി നടത്തുന്ന ഒരാള് ന്യൂയോർക്കിലെ വാൾമാർട്ടിലെ റാക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന മാതിരിയാണ്. കാരണം ഇവർക്ക് ഈ സംഗതിയെ കുറിച്ച് ഒരു ധാരണയില്ല. പിന്നെ വിവരങ്ങൾ കൊടുത്ത ആളെന്ന് പറഞ്ഞാൽ ഈ ഒരാളാണ്. ഇയാള് അതിൻ്റെതായ ഇതിലൂടെ പോകുന്നുണ്ട്. അതിന്റെ സംഗതികൾ ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ അറിയിക്കും അതിൻ്റെതായ സമയങ്ങളിൽ. ഈ ആളുകൾ ഉദ്ദേശിക്കുന്നത്, പിന്നെ എന്തുകൊണ്ട് നമ്മൾ അതിന് നിയമ നടപടികൾ ഇപ്പോൾ എടുക്കുന്നില്ല എന്നുള്ളത്, നമ്മളിപ്പോ ഇവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് എന്തും വിളിച്ചു പറയാ, എന്നിട്ട് ഈ കമ്മിറ്റിയുടെ ഫോക്കസ് മാറ്റിയാൽ മാത്രം മതി, അപ്പോൾ ഒരു വിജയിച്ചു. അത് തൽക്കാലം നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഫോക്കസ് മാറ്റിയിട്ട് അതിലൂടെ ഓല് ചിലത് നേടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫോക്കസ് മാറ്റൂല, ഫോക്കസ് ഇത് തന്നെ ആയിരിക്കും. ഈ പണി കഴിഞ്ഞതിന് ശേഷം ഈ നിയമ നടപടികളൊക്കെ നന്നായി അറിയുന്ന ആളുകളാണ് ഇവരൊക്കെ. ഈ ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ വളരെ നൈപുണ്യമുള്ള ആളുകൾ തന്നെയാണ്. സൗദി നിയമത്തെക്കുറിച്ചും ഇന്ത്യൻ നിയമത്തെക്കുറിച്ചും നടപടികൾ എടുക്കും. അതിൻ്റെതായ എല്ലാ നിയമം കീറി മുറിച്ചിട്ട് ഒരു പറഞ്ഞ വാചകങ്ങളും വീഡിയോകളും വെച്ചിട്ട് തന്നെ നടപടികൾ ഉണ്ടാവും.
അത് തന്നെ അവർക്ക് പ്രതീക്ഷിക്കാം. ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പൊ അത് തന്നെ പ്രതീക്ഷിക്കുക, അത് തന്നെ ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കുന്നതല്ല, നമ്മളെ ഈ ഇവിടെ ഫസ്റ്റില് നമ്മളവിടെ പോയിട്ട് മുഹമ്മദ് മുബാറക്കിൽ ഖത്താനിന്റെ ഓഫീസിൽ പോയിട്ട് ഈ 15 മില്യൺ പറഞ്ഞു വന്നിട്ട് എനിക്ക് ഈ എന്റെ നേതാക്കന്മാരോട് ആദരവ് തോന്നിയപ്പോഴാന്ന് വെച്ചാല് അവിടുന്ന് ഒരു ഉറപ്പും കൊടുക്കുന്നില്ല. തിരിച്ചിങ്ങോട്ട് വരികയാണ്. ഇവിടെ വന്നിട്ട് ഈ 100-150 സംഘടനകളെ മീറ്റിംഗ് വിളിക്കുകയാണ്. ഇങ്ങോട്ട് മീറ്റിംഗ് വിളിച്ചിട്ട് ആ മീറ്റിംഗിലാണ് പറയുന്നത്, ഈ സംഘടനകളാണ് പറയുന്നത്, പിന്നെ ആരെ വായന അപ്പൊ വന്നത് എനിക്കറിയില്ല, ഞാൻ കേട്ടത് ഇങ്ങനെ തന്നെയാണ്, നമ്മളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോ ഇങ്ങനെ ഒരാളെ തല വെട്ടി പോയില്ല കേട്ടോ എന്നാണ്. 15 അല്ല 30 ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു വാചകമാണ് പിന്നെ ലോകം മുഴുവൻ പോയത്. അതിനു വേണ്ടിയിട്ട് ആ ട്രസ്റ്റ് വർക്ക് ചെയ്യുന്നു, നമ്മൾ അതിന്റെ സുതാര്യതക്ക് വേണ്ടിയിട്ട് ആപ്പ് ബിൽഡപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് ഇവിടെ റിയാദിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ചു ചേർക്കുന്നു. അത് കഴിഞ്ഞിട്ട് നാട്ടിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് മീറ്റിങ്ങുകൾ വിളിച്ചു ചേർക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും വിളിച്ചു ചേർക്കുന്നു. മത സംഘടനാ നേതാക്കളെ വിളിച്ചു ചേർക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് അത് സെറ്റാവുന്ന സമയത്ത് നമ്മളെ ബോബി ചെമ്മന്നൂരും ക്യാമ്പിനേറ്റ് വരുന്നു. ഇതൊക്കെ ഓരോരുത്തരും നിമിത്തങ്ങളാണ്. നമ്മൾ ഒരൊറ്റ ആളെയും വാല്യൂ കുറച്ച് കാണുന്നില്ല. ഇവരൊക്കെ ഇതിന് പോസിറ്റീവായി വന്ന കാരണങ്ങളാണ്. ഇവരൊക്കെ സഹകരിച്ചവരാണ്. അതേപോലെ തന്നെ നിങ്ങളെ സമയാസമയങ്ങളിൽ ഓരോന്നും പറയുന്ന സമയത്തൊക്കെ നിങ്ങൾ ന്യൂസ് കൊടുക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് തോന്നുന്നത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്നുള്ള ആളുകളും എംബസി ഓഫ് ഇന്ത്യയിലുള്ള ആളുകളും ഒരു സമയം ഇതില്ലാതെ, ഒരു സമയം പരിഗണിക്കാതെ രാത്രി 10:30 നിങ്ങൾക്ക് ആൾ വന്നിട്ടുണ്ടല്ലേ? രാത്രി 10:30 വരെ നമുക്ക് എംബസിന്ന് ആള്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഒക്കെ കാള് വരികയും ആ രൂപത്തിൽ സംഗതികളെ ഒരു പ്രിയോറിറ്റൈസ് ചെയ്തിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു നിർബന്ധം മാത്രം, ഒരു പ്രശ്നവും ഇതിന്റെ പേരിൽ വേറൊരാൾക്കും ഉണ്ടാകാൻ പാടില്ല. എല്ലാം വളരെ സുതാര്യമായി നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റി, എംബസിക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി. ഇൻഷാല്ലാ ബാക്കിയുള്ള സംഗതികൾ നിജാത്തി എന്താ ആഡ് ചെയ്യണമെന്നാണ്? അല്ല, ഒരു തന്നെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. ഫോക്കസ് മാറ്റുക. ആളുകള് ഇപ്പൊ ക്യാമ്പഷീറായാലും ജാമ്യ ടീച്ചറായാലും ക്യാമ്പഷീർ എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇവിടെ റിയാദില് പിന്നെ കമ്മിറ്റി ഉണ്ട്, MDF എന്നുള്ളൊരു കമ്മിറ്റി. അവരോട് പോലും അന്വേഷിക്കാതാണ്, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന റിയാദ് നിയമസഹായ സമിതിയിലെ ഒരു അംഗങ്ങളോട് ചോദിക്കാതെയാണ് അവർ ഈ ആരോപണം. ചോദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് സത്യം കിട്ടുമായിരുന്നു. അല്ല, ഇവിടെ ചോദിക്കേണ്ട ആവശ്യം ക്യാമ്പഷീറിന്റെ കമ്മിറ്റിനോട് ചോദിച്ചാൽ മതി. അതും ചോദിച്ചിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് അജ്ഞാതാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അത് പറയാൻ കഴിയില്ലല്ലോ. അത് സ്വാഭാവികമായിട്ടും അവർക്ക് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടാവാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞ നമ്മുടെ ലക്ഷ്യം വഴി മാറ്റുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ആ സംഗതിയിലേക്ക് ഞങ്ങൾ ഏതായാലും വീഴാൻ പോകുന്നില്ല. ഞങ്ങൾ റഹീമിനെ പുറത്തിറക്കുന്ന അവസാന നിമിഷം വരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കോ മറ്റോ മറുപടി പറയാൻ ഞങ്ങളില്ല. ആരെന്ത് പറഞ്ഞാലും 100% ഇവിടുത്തെ ഇടപാടുകളെല്ലാം സുതാര്യമാണ്, പൂർണ്ണമായും ഡോക്യുമെന്റഡ് ആണ്. ഞങ്ങൾ പിന്നെ ഇവിടുത്തെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിന് ഇവിടെയുള്ള റിയാദിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള 100ഓളം സംഘടനകളും അതുപോലെ തന്നെ നാട്ടിലെ പിന്നെ എല്ലാ കക്ഷികളും അതിൽ പിന്നെ ഭാഗവാക്കാണ്. അവരൊക്കെ സംഘടിതമായാണ് ഇത് ചെയ്തത്. അതിനെ പിന്നെ തളർത്താനും തകർക്കാനുള്ള ഈ ശ്രമങ്ങൾക്കൊന്നും, അതായത് മീഡിയകൾ അതിന് പ്രചാരം കൊടുക്കരുത് എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അത്തരം മീഡിയകൾ അത്രയും പിന്നെ ചെറിയൊരു പ്രസ് റിലീസ് വരുമ്പോൾ വലിയൊരു പ്രതിസന്ധി ഉണ്ട് എന്ന രീതിയിലേക്ക് നിങ്ങൾ വാർത്ത കൊടുത്താൽ ഞങ്ങളെ ഈ പിന്നെ എന്താ പറയുക, ഞങ്ങളുടെ ഈ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിൽ അതൊക്കെ ചെറിയ രീതിയെങ്കിലും ഞങ്ങൾക്കത് മനപ്രയാസം ഉണ്ടാക്കും. കാരണം ഇതിൻ്റെ യാഥാർത്ഥ്യം കൃത്യമായി ബോധ്യപ്പെട്ടവരാണ് റിയാദിലെ മാധ്യമപ്രവർത്തകർ. ഇവിടെയുള്ള ഞങ്ങളുടെ ജനകീയ സമിതിയിലൊക്കെ ഞങ്ങൾ എല്ലാവരും ഉള്ളവരാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് കൃത്യമായി അറിയുന്നവരാണ്. നാട്ടിൽ പോലും അത്തരത്തിലുള്ള ഒരു വാർത്ത കൊടുക്കുമ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ റഹീം ഇഷ്യൂയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഒരു പിന്നെ കൺസെന്റ് കൂടി എടുത്ത് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നാളെ മറ്റന്നാളോടുകൂടി നമുക്ക് ഈ പൈസ എംബസിയിലെത്തുന്ന വിചാരിക്കാം. നമുക്ക് ചെക്ക് ഞങ്ങൾ കൊടുക്കാൻ പറ്റും. നമുക്ക് പൈസ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ചെക്ക് മസദ്ദ. അപ്പൊ അത് ശരിയാക്കി ഗവൺമെന്റിൽ നിന്ന് പോകാം. അത് 2 ആഴ്ച കൊണ്ട് നടക്കും.
സമയം ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അല്ലേ, ഞാൻ പേര് പറയുന്നില്ല, നിങ്ങളിൽ ആരോ തന്നെ വളരെയധികം ഭയങ്കര കോൺഫിഡൻസോട് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഒരു കാര്യം കൂടി ഇപ്പം പൊതു സമൂഹത്തിന് നമ്മൾ പിന്നെ 34,35 ലക്ഷം രൂപയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്, 15 മില്യൺ ആയിട്ട്. അപ്പം അവിടെ നമ്മൾ പിന്നെ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരുന്നത് 22.20 അന്നത്തെ റേറ്റ്. ആ റേറ്റ് പ്രകാരം ഒരു 33 കോടി പിന്നെ 50 ലക്ഷത്തിൻ്റെ താഴെയാണ് ആ തുക വരിക. പക്ഷേ ഇന്ത്യൻ എംബസിയുടെ റേറ്റ് എന്ന് പറയുന്നത് 22.90 ആ തുകയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ആണ് 34,35 ലക്ഷം. ഈ ഇന്ത്യൻ എംബസിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റേറ്റ് വന്നത്? MEAയും ഇന്ത്യൻ എംബസിയും തമ്മിൽ ഉള്ള അവരുടെ ഒരു പിന്നെ കരാർ അടിസ്ഥാനത്തിൽ ഒരു മാസത്തേക്ക് ഒരു റേറ്റാണ്, ഫിക്സഡ് റേറ്റ് ആണ്. അതിപ്പോ എത്രയായാലും നമ്മളിപ്പോ ഇനിയിപ്പം പിന്നെ 28 പിന്നെ റിയാൽ വന്നാലും ഇവിടെ 22.90 ആണെങ്കിൽ നമ്മൾ 22.90 ഇന്ത്യൻ എംബസിയിലേക്ക് അയക്കേണ്ടതുള്ളൂ. അപ്പൊ ആ 22.90 അയച്ച സമയത്ത് നമുക്ക് എന്തുകൊണ്ടാണ് ഗൂഗിൾ റേറ്റിൽ പിന്നെ ഗൂഗിൾ സെർച്ചിങ്ങിൽ നമുക്ക് കിട്ടിയ റേറ്റ് പ്രകാരം 22.20 ഉള്ളത്, എന്തുകൊണ്ടാണ് 22.90 വെച്ച് നിങ്ങൾ അയച്ചത്, അത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ള ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അതായത് ഇത് ഏകദേശം 1 കോടിയോളം രൂപ കൂടും. കാരണം 34 കോടിയോളം രൂപയാണല്ലോ നമ്മൾ അയക്കുന്നത്. അപ്പൊ ഈ 1 കോടിയോളം രൂപ പിന്നെ കൂടുന്ന സമയത്ത് സ്വാഭാവികമായ ചോദ്യം വരും. അത് ഇന്ത്യൻ എംബസിയുടെ റേറ്റ് ആണ്, ആ റേറ്റ് പ്രകാരമാണ് നമ്മൾ അയച്ചത്. അത് നമുക്ക് ഇതിന്റെ റിയാദിലെ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ നാട്ടിലെ കമ്മിറ്റിക്കോ ഇതുമായി അയച്ചവർക്കൊന്നും യാതൊരു ബന്ധമില്ല. പൂർണ്ണമായും നിയമവിധേയമായിട്ടാണ് ആ കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഓരോ മാസവും ഇന്ത്യൻ എംബസിക്ക് ഓരോ റേറ്റ്, MEAയും 22.90 ആയിരിക്കും. അതെ അതെ, അതുകൂടി ഒന്ന് ക്ലിയർ ചെയ്യാം നിങ്ങൾ പറയുന്ന സ്ഥലം. സൗദി അഭിഭാഷകർക്ക് വേണ്ടി ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്. ആ അതിൽ പറയുന്നുണ്ട്, ഈ വാദിയുടെ അഭിഭാഷകനാണോ പ്രതിയുടെ അഭിഭാഷകനാണോ അല്ലെങ്കിൽ കക്ഷികളാണോ അവരാരാണെങ്കിലും ഈ കോടതി നടപടിക്രമങ്ങൾ പുറത്തു പറയാൻ പാടില്ല. പക്ഷെ ഈ പത്രസമ്മേളനത്തിന്റെ വിവരങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിച്ചാൽ അത് പ്രശ്നമായിട്ട് വരും. നമ്മൾ വ്യക്തിപരമായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, വ്യക്തിപരമായിട്ടുള്ള കരാറുകൾ ഒരിക്കലും പേര് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിച്ചാൽ നിങ്ങൾക്ക് നിയമ നടപടികൾ അയാൾ തുടങ്ങിയാൽ സ്വീകരിക്കേണ്ടി വരും. പക്ഷെ ഇത് എന്നാൽ നമ്മൾ ഇതെന്താണ് പൊതുവായിട്ട് മനസ്സിലായി നമ്മൾ അറിയേണ്ട വിഷയങ്ങൾ സുതാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നിങ്ങളോട് കുറച്ച് മുമ്പ് സൂചിപ്പിച്ചാൽ നമ്മൾ ഈ വാദിഭാഗം പ്രതിഭാഗം ഒക്കെ പറഞ്ഞാൽ നിങ്ങളോട് അടിവരായിട്ട് പറയുന്നു, ഈ ദിയാദനം പോലുള്ള കാര്യങ്ങൾ ഒരിക്കലും കോടതി ഇടപെടാറില്ല. കോടതി പുറത്ത് നിന്ന് സെറ്റിൽ ചെയ്യാനാണ് സമ്മതം, അറിയാം. അതിനുവേണ്ടി എല്ലാം പ്രേരിപ്പിക്കും ജഡ്ജിമാരും എല്ലാവരും. അപ്പൊ പുറത്ത് നിന്നുള്ള സെറ്റിൽമെന്റ് ആ വിവരങ്ങൾ നമ്മൾ എന്താണ് ക്ലിയർ ആയിട്ട് ആ ക്യാഷും കാര്യങ്ങളൊക്കെ എന്താണ് ഇവിടുത്തെ ഗവർണറേറ്റിനെ ധരിപ്പിക്കുകയും അവർ തമ്മിലുള്ള സന്ധികൾ എന്താണ് ഒഫീഷ്യലായിട്ട് രേഖാമൂലം തന്നെ അതാത് ക്രിമിനൽ പ്രൊഫഷ്യലിനെ ക്രിമിനൽ കോടതിയിലെ ഹെഡിലേക്ക് കൊടുക്കുക. അവരാണ് പിന്നെ എന്താണ് അത് ക്ലിയർ ചെയ്യേണ്ടത്, അറിയാം. അപ്പം ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നതാണ്. പിന്നെ ഞാൻ അടിവരായിട്ട് പറയട്ടെ, വ്യക്തികളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്വഭാവങ്ങൾക്കറിയാം. സൗദി അറേബ്യയില് ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള അപവാദ പ്രചരണത്തിന് ജാമ്യം പോലും കിട്ടില്ല, തെളിവുണ്ടെങ്കിൽ ജാമ്യം പോലും കിട്ടില്ല, നിങ്ങൾക്കറിയാലോ. അപ്പം അത്തരം ഇത് വളരെ സജീവമായിട്ട് ചർച്ച ചെയ്തപ്പോൾ റഹീം ഇറങ്ങട്ടെ എന്നുള്ളത് തന്നെയാണ് ഈ നിയമസഹായ സമിതി, ഞാൻ നിയമസഭയുടെ കടയെടുത്ത് പറയാം, അറിയാലോ. അതിനുശേഷം അത്തരം അതായത് വ്യക്തിഹത്യകൾ, ഇത് സൗദി അറേബ്യ നിങ്ങൾക്കറിയാം മനുഷ്യന്റെ അഭിമാനത്തിന് ഏറ്റവും കൂടുതൽ വില നൽകുന്ന രാഷ്ട്രം, പ്രൈവസി. അത് ചോദ്യം ചെയ്താൽ നിയമത്തിന്റെ വഴിയിൽ എന്താണ് ജാമ്യം പോലും കിട്ടാത്ത ശിക്ഷ. അപ്പം അത്തരം നമ്മുടെ കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ സാധാരണക്കാരോ അറിയാത്ത കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾ ഈ പത്രക്കാരായ നിങ്ങൾ അതുപോലെ ഒരു ബോധവൽക്കരണത്തിൽ ഉൾപ്പെടുത്തി അത്തരം കാര്യങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ചെറിയ ശ്രമം കൂടി ഉണ്ടാവട്ടെ എന്നൊരഭ്യർത്ഥന. മറ്റൊരു കാര്യം കൂടി, ഇതിൽ ഈ ഒരു 5 ലക്ഷം റിയാല 5 ബില്യൺ റിയാലാണ് ഇവിടുത്തെ പരമാവധി തുക എന്നുള്ളൊരു അലിഗേഷൻ കൂടി എന്റെ ഇടയിൽ വരുന്നത്. അത് നിങ്ങൾ അന്വേഷിക്കണം. ഞങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, ഓഫ് ദ റെക്കോർഡ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഇവിടെ അത് ഒരുപാട് ആ 5 മില്യൺ വേറെ 5 മില്യൺ അത് ഇവിടെ ഇമാം യൂണിവേഴ്സിറ്റിയിൽ ഈ നിയമത്തിന് വിരുദ്ധെടുത്താണ്. മനസ്സിലാകാത്ത വെച്ചാല് ഷുവർക്കകത്ത് പല ഡിസ്കഷൻസ് വരും. ഈ ഡിസ്കഷൻസ് ഒക്കെ ആളുകൾ തീരുമാനമായിട്ടാണ് വരുന്നത്. ഡ്രാഫ്റ്റ് കഴിഞ്ഞ് ഇതൊക്കെ ലീഗലി ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ അത് ഇതുവരെ സൗദി അറേബ്യയിൽ അനുകരണീയാണ് ഈ യാത്ര. ഇപ്പൊ നമ്മള് വേറൊന്നും കൂടി മലയാളി അതായത് വധിക്കപ്പെട്ടവൻ മലയാളി, കൊന്നവൻ മലയാളി ആവുമ്പോഴേ ഇവിടെ സൗദി അറേബ്യയിലെ ആളുകൾ മൂത്തിട്ട് എത്ര ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതായത് മലയാളിയുടെ കുടുംബം ആരോട് ആവശ്യപ്പെട്ടത് അത് കൊടുക്കാൻ കഴിയാത്ത ഇവിടുത്തെ നല്ലവരായ സൗദികൾ മോചിപ്പിച്ച് നാട്ടിലേക്ക് അയച്ച എത്ര സംഭവങ്ങളുണ്ട്. ഞാൻ പറയാം അപ്പൊ അതൊക്കെ എന്താ വെച്ചാല് ഇവിടുത്തെ നമ്മുടെ നല്ല ആളുകളുടെ ആ വർഷം കൂടി. റോയൽ ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ കാശ് കളക്ട് ചെയ്യാമായിരുന്നു, അത് നിങ്ങൾ പോയില്ല, അതിന്റെ കമ്മീഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് ഓഫിക്കാരില് പറയാം. അതേപോലെ നേരത്തെ നസ്രു ചോദിച്ച സംഗതിയാ, ഈ 16 വർഷം കൊണ്ട് ആർക്കും കണ്ടെത്താൻ സാധിക്കാരുമായി ചേർത്തൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തത് ഞാനാണ്. അതിന്റെ തെളിവാണ് ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോ. അതിൽ ഞാനുണ്ട്, ഒന്ന് നമ്മുടെ കുഞ്ഞോയുണ്ട്, പിന്നെ മറുപുറത്ത് നമ്മുടെ എംബസിയിലെ യൂസഫ് കെയും കാണണം. നിങ്ങൾ 3 പേരാണ് ഇതിന് പോയത്. ഇത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മീഡിയേറ്ററായിട്ട് കൊണ്ടുവന്ന ഒരാളെ ഞങ്ങൾ ഈ കിങ് ഫഹദിലുള്ള സ്റ്റാർബക്സിൽ വെച്ച് നടത്തിയൊരു മീറ്റിംഗ് ആണ്. ഇവരുടെ കുടുംബാംഗങ്ങളോ മറ്റോ ഒന്നുമല്ല. അത് വളരെ ഇങ്ങനെയൊക്കെയുള്ള ഒരു മോശമായ രീതിയാണ്. അങ്ങനൊന്നും അല്ല. അതെന്താന്നുള്ളത് നമുക്ക് ഓഫീസുകാരിൽ പറഞ്ഞുതരാം. അതിന്റെ ഈ വക്കീല്, അതായത് ഈ അനസിന്റെ വക്കീലുണ്ട്, അയാൾ ആദ്യം മുതലേ പറയേണ്ടത് ഇത് 6 ടീമുകൾ ബന്ധപ്പെട്ടിട്ട് കാര്യമില്ല, ഞാൻ എത്തൂലല്ലാതെ എത്ര ആൾക്കാർ ബന്ധപ്പെട്ടു, ഇത് പോലീസ് ഓഫീസറാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുമ്പിലൊക്കെ പല ആളുകളുടെ മുമ്പിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവര് ഇതിന്റെ കമ്മീഷൻ ഒഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഇത്ര അവിടെ കൊടുത്തിട്ട് ബാക്കി നമുക്ക് ഓരി വെക്കാം, ബാക്കി ഇന്ന ആൾക്ക് ഇത്ര മറ്റേ ആൾക്ക് ഇത്ര എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആളുകളാണ് ഇപ്പൊ ഈ കാര്യങ്ങള് ചർച്ച ചെയ്യുന്നത്. കാരണം ഇതിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലൊക്കെ എന്തെങ്കിലും അതാണ് പ്രശ്നം. ഈ വ്യക്തിയോട് ഒരു പ്രാവശ്യം നമ്മളെ ജനകീയ സമിതിയുടെ നിയമസഭാ സമിതിയുടെ മീറ്റിംഗിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തു. 3 വക്കീലും ഈ വേറെ ചോദിച്ചോട്ടെ, ഈ റഹീമിന്റെ കൂടെ ജയിലിലായിരുന്ന നസീർ ഉണ്ട്. നസീർ നാട്ടിൽ നിന്നിട്ട് പല പത്രങ്ങൾക്കും ചാനലുകൾക്കും പല അഭിമുഖങ്ങളും കൊടുക്കുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ 2 വർഷത്തേക്കാണ് ശിക്ഷിച്ചത്. 2 വർഷം 300 അടി. 2 വർഷം 300 അടി. അത് ഏത് പബ്ലിക് റൈറ്റില്? ശരിക്കും മനസ്സിലാക്കണം. അല്ല, അവരുണ്ട്, അത് തീർന്നില്ല. ഈ 2 വർഷത്തേക്ക് ശിക്ഷിച്ച് എന്നെ റഹീം സഹായ സമിതി ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ കാന്തപുരം ഉസ്താദ് വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് 2 ദിവസം കൊണ്ട് എന്നെ റിലീസാക്കി വിട്ടു പറഞ്ഞിട്ടുണ്ട്. എന്താ അതിനെ കുറിച്ച്? കൂട്ടുപ്രതി പബ്ലിക് റൈറ്റ് അനുസരിച്ച് 2 വർഷവും 300 അടിയായി. പിന്നെ സ്വകാര്യ റൈറ്റ് അനുസരിച്ച് നിങ്ങൾക്കറിയാം, പ്രൈവറ്റ് റൈറ്റ് അനുസരിച്ച് വധശിക്ഷ കൊടുക്കണം എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ആനിസിന്റെ കുടുംബം. അങ്ങനെ ഒരുപാട് വർഷം കടന്നപ്പം 2015 വധശിക്ഷയിൽ നിന്ന് ഈ ആവശ്യത്തിൽ നിന്ന് പിന്മാറി. അങ്ങനെ 2016 ഇദ്ദേഹത്തെ ഒരു ഇവിടുത്തെ ഉള്ള ഒരു വ്യക്തി ജാമ്യത്തിലെടുക്കുന്നു. പിന്നെ ഇദ്ദേഹം നിയമപരമല്ലാത്ത മാർഗത്തിലൂടെ നാട്ടിലേക്ക് കടന്നതായിട്ടാണ് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചത്. അപ്പൊ നമ്മളൊരു വ്യക്തികളുടെയും വലിയ ആളുകളുടെ പേര് പറയുന്നില്ല, നിയമപരമല്ലാത്ത മാർഗത്തിലൂടെ നാട്ടിലേക്ക് കടന്നു എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ സൗദിയുടെ റെക്കോർഡിലേക്ക് ഇപ്പോഴും നസീർ സൗദിയിലാണ്. തിരിച്ചു കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അത് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. ഈ കേസിന്റെ ഫൈനലൈസ് സ്റ്റേജിൽ ഇപ്പോ അത് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോ നിലവിലെ സാഹചര്യത്തിൽ അന്ന് ഈ നസീർ ഇപ്പം സോഷ്യൽ മീഡിയയിലും വരുന്നവരോടൊക്കെ പറയുന്ന ഒരു സംഗതി നാലാമത്തെ കോടതിയിലെ ഈ ജഡ്ജ്മെന്റിൽ 4ാമതായിട്ട് പ്രതി എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് 4ാമത്തെ അവൻ കൊടുങ്ങു എന്ന് വരുന്നപ്പോ അവൻ
ചെയ്തിട്ടുള്ളത് ഈ ഡ്രാമ ഈ കോടതിയുടെ നിരീക്ഷണത്തില് ഈ ഡ്രാമയിൽ കളിച്ച് ഇതില് അതായത് നസീർ പിന്നെ എന്റെ സഹായം തേടുകയും അരമണിക്കൂർ കൊണ്ട് സംഭവ സ്ഥലത്ത് നസീർ എത്തുകയും നസീർ പിന്നെ പോലീസിനെയും ഉത്തരവാദപ്പെട്ട ആളുകളെയും വിവരം അറിയിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അബ്ദുറഹീം ഒരിക്കലും അതിന് എന്താക്കിയില്ല, അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് ഇത് തിരിച്ചുവിടാൻ എന്താക്കി, ഇവരെ അബ്ദുറഹീമിനെ മുന്നിലെ സീറ്റിൽ കെട്ടിയിടുകയും അവന്റെ പിന്നെ മൊബൈലും അതുപോലെ പേഴ്സൊക്കെ ആരോ എടുത്തുകൊണ്ടുപോയി എന്ന് വരുത്തി തീർക്കുകയും ചെയ്തല്ലോ. അപ്പോൾ മുതൽ തന്നെ നസീർ എന്താണ് ഇതിന്റെ കൂട്ടുപ്രതിയായിട്ടാണ് എന്താക്കിയുള്ളത്, ഇത് ചെയ്തിരുന്നത്. അങ്ങനെയാണ് നസീർ എന്താക്കിയത്, അതിൽ പ്രതിയായത് അറിയാലോ. പിന്നീട് നസീർ അവിടുന്ന് കടന്നു കളഞ്ഞു. പിന്നെ പോലീസിനോട് വളരെ വ്യക്തമായിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ എന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോടതി കണ്ട നാലാമത്തെ സാക്ഷിയുടെ ദൃക്സാക്ഷിയുടെ മൊഴി കോടതി നസീറിൻ്റെതായി രേഖപ്പെടുത്തി. മനസ്സിലായോ? ജഡ്ജ്മെന്റിൽ തന്നെ. പിന്നെ ഒരു വ്യക്തിക്കും ഒരു രാഷ്ട്രത്തിനൊന്നും എന്തെല്ലാം ജുഡീഷ്യറി സംവിധാനത്തിൽ സൗദിയിലെ നമ്മൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്നത് അറിയാലോ. അതായത് എന്തെങ്കിലും വ്യക്തിപരമായ വിശേഷങ്ങളിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ആള് മാപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, അത് പ്രശ്നപരിഹാരത്തിലേക്ക് പോവുകയുള്ളൂ. അത് പബ്ലിക് റൈറ്റ് അനുഭവിച്ചതിന് ശേഷം. വ്യക്തല്ലേ? പിന്നെ അസുഖം വേറെ കാര്യമുണ്ട്, ഇതൊന്നും പുറത്തു വിട്ടില്ല, പുറത്ത് അറിയിച്ചില്ല. നമ്മളതിന് ശേഷം പിന്നെ പത്രസമ്മേളനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. അതിൻ്റെ കൃത്യമായ കണക്കും കാര്യങ്ങളും ഒക്കെ വെച്ച് പബ്ലിക്കിൻ്റെ മുന്നിൽ, പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നാട്ടിലെ അബ്ദുറഹീം ട്രസ്റ്റ് കമ്മിറ്റി അത് ഡിക്ലെയർ ചെയ്യും. അത് നിങ്ങൾ കഴിയുന്നതും നിങ്ങളത് പ്രസിദ്ധീകരിക്കുക. നാട്ടിലെ ട്രസ്റ്റ് അത് ഡിക്ലെയർ ചെയ്ത് ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതലും ഭംഗി. അതിന്റെ കൃത്യമായിട്ടുള്ള ഈ ആഴ്ച തന്നെ അതിന്റെ ഡിക്ലറേഷൻ ജസ്റ്റ് ഇനിയിപ്പോ നിങ്ങൾ അറിയിക്കുകയാണ്, നിങ്ങൾ അവിടുന്ന് അറിയണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് പറഞ്ഞു.